നമുക്ക് നൽകിയത്. 10ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ, കാരണം പ്രത്യേകിച്ച് കുറച്ച് പാഠങ്ങൾ മാറിയിട്ടുള്ള പശ്ചാത്തലത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിൽ, കാരണം സാറിനും അതറിയാം, വളരെയധികം ആളുകൾ അതിനെക്കുറിച്ച് വളരെ നന്നായി തന്നെ നമ്മളോട് പ്രതികരിച്ചു. സാറിന് അതിന്റെ മെസ്സേജസ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മാത്രമല്ല കുറെ ആൾക്കാർ അതിന്റെ വീഡിയോയും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 9ാം ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ലെസൺ പോലും പഴയതില്ല, എല്ലാം പുതിയതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ 9നെ നമുക്ക് 10നോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ഉമാ മാമിനെ പോലെ തന്നെ വളരെ ഏബിൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാൻ പറ്റുക, അത് എൻ്റെ തൃശ്ശൂരിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീച്ചറെ നമുക്ക് കിട്ടുന്നത്. അത് ഉമാ മാം തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പും നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്നൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു ദിവസത്തെ ക്ലാസ് ഒരു സംശയവും ഇല്ല, വളരെയധികം എന്താ പറയുക, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, CBSEയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. 9ാം ക്ലാസ്സിലെ 10 പാഠങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സിന് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടീച്ചർക്ക് വലിയ ഒരു എന്താ പറയുക ആശംസ. അതോടൊപ്പം തന്നെ നമ്മുടെ സലാം സാറും ബിജു സാറും ഇവിടെ ഉണ്ട്. മോഹൻദാസ് സാറ് കുറച്ച് കഴിയുമ്പോൾ വരും. സാറിന് ഒരു ചെറിയ ഇതുള്ള കാരണമാണ്, സാർ എത്തും. അപ്പോ ഇന്നത്തെ ഒരു ക്ലാസ്സും വളരെ നന്നായി തീരാൻ ആഗ്രഹിക്കുന്നു. അത് നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ. യെസ് സാർ. താങ്ക് യു സോ മച്ച് സർ. വളരെ നന്ദി. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. അതിനൊക്കെ ബിജു സാറിന്റെ 2 വാക്ക് കേൾക്കണ്ടേ? ബിജു സാർ, നമുക്ക് സാറ് ഒന്ന് 2 വാക്ക് സംസാരിച്ച് നമ്മുടെ ലിനി മാഡത്തെ ഒന്ന് പരിചയപ്പെടുത്തു സർ. ബിജു സാർ. ഓക്കെ, ഞാനത് കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറ് സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. താങ്ക് യു. ഇന്ന് നമ്മളുടെ എണ്ണം 25 ആയിട്ടുള്ളൂ. എല്ലാ സാരമില്ല സാർ, ഇവരൊക്കെ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ മലയാളത്തില് കൂടുതൽ ആൾക്കാരാണ്. ഇന്ന് ഈ സായാഹ്നത്തിൽ ലിനി മാഡത്തിന്റെ ഒരു അതിഗംഭീര ക്ലാസ്സിനായി എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും ഹാൻഡിൽ ചെയ്യുന്ന മലയാളം അധ്യാപകർക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളുടെ ടീച്ചർ എടുത്ത ക്ലാസ് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ സെഷൻ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. അപ്പം ഇന്നും അതുപോലെ ഒരു നല്ലൊരു സെഷൻ ആയിരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മുരളി സാർ, നമുക്ക് മാഡത്തെ ഒരു വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യെസ് സർ, യെസ് സർ. മിസ് ലിനി ജെ പോൾ, തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ മലയാളം വിഭാഗത്തിലെ സീനിയർ സെക്കൻഡറി ഹെഡ് ആയി സേവനമനുഷ്ഠിക്കുന്നു. 2019 മുതൽ SSC പരീക്ഷകളുടെ ഹെഡ് എക്സാമിനർ ആയി പ്രവർത്തിച്ചു വരുന്നു. തൃശൂർ സഹോദയുടെ കീഴിൽ സീനിയർ സെക്കൻഡറി തലത്തിൽ മലയാളം റിസോഴ്സ് പേഴ്സൺ ആയി പ്രവർത്തിക്കുന്നു. അക്കാദമിക് മേഖലയ്ക്കപ്പുറം അവർ ഒരു ചലനാത്മക അവതാരകയും പ്രചോദനാത്മക പ്രഭാഷകയും ഉള്ളടക്ക സൃഷ്ടാവുമാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ കേരളത്തിലുടനീളം മലയാളം അധ്യാപകർക്കായി അവർ നടത്തുന്ന പരിശീലന സെഷനുകളിൽ പ്രൊഫഷണൽ വികസനത്തിനായുള്ള അവരുടെ സമർപ്പണം പ്രകടമാണ്. കൂടാതെ തിരുവനന്തപുരത്തെ സെന്റർ ഓഫ് എക്സലൻസ് വികസിപ്പിച്ചെടുത്ത മലയാളം CBP മൊഡ്യൂളിന്റെ കൺസൾട്ടേറ്റീവ് റോളും പാനൽ ചർച്ചാ നിരീക്ഷകയായും അവർ പ്രവർത്തിക്കുന്നു. ശ്രീമതി ലിനി പോൾ, ഹൃദയം നിറഞ്ഞ സ്വാഗതം. വേദി ഇനി നിങ്ങളുടേതാണ്. താങ്ക് യു സർ. വേദി കൈമാറുകയാണ് ലിനി മാഡം. അതെ, ഇനി മാമിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ പന്തം, തീപ്പന്തം
പേറുക വന്നീ പന്തങ്ങൾ എന്ന് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുള്ളത് പോലെ പന്തങ്ങ് തരികയാണ് കേട്ടാ. താങ്ക് യു സോ മച്ച് സർ. എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ സർ? കേൾക്കാം, ഒരു കുഴപ്പമില്ല. ആദ്യം തന്നെ ഞാനൊരു വലിയ നന്ദി പറയാണ് എനിക്ക് എക്സ്ട്രാ മൈലിന്റെ കൂടെ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചതിൽ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുരളി സാറും ഞാനും സംസാരിച്ചിരുന്നൊരു ക്ലാസിന്റെ കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ യാദൃശികമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു കോള് വരുന്നതും സാറുമായിട്ട് വീണ്ടും സംസാരിക്കുന്നതും. വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ സാധാരണക്കാരിയായ എനിക്ക് ഇത്രയും വലിയ പ്രഗത്ഭരോടൊപ്പം എനിക്ക് അറിയുന്ന അറിവുകൾ പങ്കുവെക്കാൻ തന്ന അവസരത്തിന് എക്സ്ട്രാ മൈലിന്റെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. സലാം സാറിന് ആദ്യം ഒരു വലിയ നന്ദി പറയാം. മൂപ്പരാണ് ഇതിന്റെ ഒക്കെ ഉസ്താദ്. തീർച്ചയായും സാറില്ലെങ്കിൽ ഒന്നുമില്ല. അതെ, മലയാളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മലയാളം അധ്യാപികമാർക്ക് ഇത്ര അവസരങ്ങൾ നൽകുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് സർ. മലയാളത്തെ എപ്പോഴും ഞങ്ങൾ പാവങ്ങൾ പുറകിൽ നിൽക്കുന്നവരാണ്. മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാറിന്റെ ഈ ഒരു വലിയ ഉദ്യമത്തിനും ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന മുരളി സാറിന്റെ ഈ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. അതെ അതെ അതെ, തീർച്ചയായും. മോഹൻദാസ് സാർ ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ തന്നെയുള്ള ആളാണ് സാറുവേ. തീർച്ചയായും സാറിനും പ്രത്യേകം ഓർക്കുന്ന, വിജയ് സാറിന്, അതുപോലെ തന്നെ എല്ലാവർക്കും ആരെയും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും കൂടി ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ സർ? തുടങ്ങും മാം, നമ്മൾ കാത്തിരിക്കുകയാണ്. സാർ, സലാം സാർ. ഓൾ ബ്ലെസ്സസ് ആൻഡ് വിഷസ്. ബെസ്റ്റ് വിഷസ്. 10ാം തരത്തിൽ പലപ്പോഴും നമ്മൾ പഠിപ്പിച്ച പല പാഠങ്ങളെ കുറിച്ചും ചർച്ച നടത്തുമ്പോൾ അത് അത്ര സ്ഥിരമായി 10ാം തരം കൈകാര്യം ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ലഘൂകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു, പുതിയ പാഠങ്ങൾ മാറി വന്നപ്പോഴും. ഇത് എനിക്ക് മുന്നേ ഉമ്മ ടീച്ചർ അതിഗംഭീരമായൊരു ക്ലാസ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും 9ാം തരത്തിലും അതുപോലെ തന്നെ ഒരു ക്ലാസ് തരണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും എന്നിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, 9ാം തരത്തിലെ എല്ലാ പാഠങ്ങളും മാറി വന്നതാണ്. നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠനങ്ങൾ നടക്കും. 10ാം തരത്തിൽ നമ്മൾ കൃത്യമായി കുറെ കാലങ്ങളായി പിന്തുടർന്ന് പോരുന്ന പാഠങ്ങളുണ്ട്. 3 പാഠങ്ങൾ മാത്രമേ മാറി വന്നിട്ടുള്ളൂ. പക്ഷെ ഇത് പുസ്തകവും അതുപോലെ തന്നെ എല്ലാ പാഠങ്ങളും മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറെ അടുത്ത് ആ ഒരു പാഠപുസ്തകത്തെ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ അധ്യായങ്ങളെ സുഗമമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതൊരു വലിയ ക്ലാസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്നേക്കാൾ പ്രായം കൂടിയവരും കുറഞ്ഞവരും എന്നേക്കാൾ ഏറെ പ്രവർത്തന പ്രാവീണ്യമുള്ളവരും പ്രവർത്തന പരിചയമുള്ളവരും എല്ലാവരും അടങ്ങുന്ന ഈ ഒരു ക്ലാസ്സിൽ എൻ്റെ അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നിൽ ഒരുപാട് അലങ്കാരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി പോകുന്നു. പക്ഷേ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഉപകാരപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഫീഡ്ബാക്കും നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ 9ാം തരത്തിലെ പാഠ അവതരണം എന്നൊരു കാര്യം, അതുപോലെ ഉള്ളടക്കവും നമ്മൾക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ പുസ്തകത്തിന്റെ പാഠ്യപദ്ധതി വലിയൊരു മാറ്റം വന്നു എന്നുള്ളത്. ഉപപാഠ പുസ്തകം നമുക്ക് പഠിക്കാനില്ല. അതോടൊപ്പം 7 പാഠങ്ങൾ പഠിക്കാനുള്ളതിന് പകരം 10 പാഠങ്ങൾ എന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. എല്ലാവരും ആ പാഠങ്ങളും അതുപോലെ തന്നെ പുസ്തകം മാറിയതും കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും പുതിയൊരു പുസ്തകം കടന്നു വന്നതുകൊണ്ടും അതുപോലെ ജൂലൈ മാസം മാത്രം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തില് കൂടി വന്നാൽ നമ്മളൊരു 3 പാഠം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാകും എല്ലാ അധ്യാപകർക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ പാഠങ്ങളും നമ്മളൊന്ന് പരിചയപ്പെടുന്നത് വളരെ സാഗൂതം വീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. പാഠ്യപദ്ധതിയിലെ ഗദ്യഭാഗങ്ങൾ 5 എണ്ണം, അതുപോലെ തന്നെ പദ്യഭാഗങ്ങൾ 5 എണ്ണം, അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഗദ്യഭാഗങ്ങൾ അമ്മ, ഭക്ഷണവും ആരോഗ്യവും, അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം, ചിരിയുടെ അരങ്ങേറ്റം, ദയ എന്നിവയായിരിക്കുമ്പോൾ പദ്യഭാഗങ്ങൾ സുഹൃതഹാരങ്ങൾ, പുളിമാവ് വെട്ടി തരിശു നിലങ്ങളിലേക്ക് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, അല്പമല്ല ഭുജിക്കുന്നു. ഇതാണ്
പദ്യ ഗദ്യ ഭാഗങ്ങൾ അതാദ്യം നമ്മൾ എല്ലാവരും മനസ്സിലൊന്ന് ഹൃദിസ്ഥമാക്കുന്നത് നല്ലതാണ്. കാരണം എനിക്ക് ഇത്രയും കാലം നമ്മൾ 9ാം തരം പഠിപ്പിച്ചതിനേക്കാൾ വളരെ രസകരമായ പാഠങ്ങൾ, അതിലുപരി മൂല്യവത്തായ പാഠങ്ങൾ, സചിത്ര വിവരണങ്ങളോട് കൂടിയുള്ള മനോഹരമായ പുസ്തകം, ഓരോ യൂണിറ്റിന്റെയും തുടക്കഭാഗത്ത് നൽകിയിരിക്കുന്ന മനോഹരമായ ശീർഷകങ്ങൾ, പാഠഭാഗത്തോടനുബന്ധമായി കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് മനോഹരമായി കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് ചോദ്യപേപ്പർ മാതൃകയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 10ാം തരത്തിലും 12ാം തരത്തിലും 10ാം തരത്തിലും 9ാം തരത്തിലും ഒരുപോലെയാണ് ചോദ്യപേപ്പർ മാതൃകയെങ്കിലും 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അത് സൂചിപ്പിച്ചു പോകുന്നു. അവധാരണം 10ാം തരത്തിൽ ഗദ്യമാണെങ്കിൽ 9ാം തരത്തിൽ അത് പദ്യമായി മാറിയിരിക്കുന്നു. ഇവിടെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കുട്ടികൾക്ക് കഥ വായിക്കാനും ലേഖനങ്ങൾ വായിക്കാനും അത് മനസ്സിലാക്കാനും ഒരുപക്ഷെ ഒരു പരിധിവരെ എളുപ്പമായിരിക്കാം. എന്നാൽ പദ്യഭാഗങ്ങൾ വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് ഒരു CBSE ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കുറച്ച് വിഷമകരമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 9ാം തരത്തിൽ അതിനെ കൃത്യമായ രീതിയിൽ പഠന മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. അധ്യാപകരായ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കഥ ഇഷ്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. കുട്ടികൾക്ക് കവിതയും പാട്ടും അതിലേറെ ഇഷ്ടമാണ്. താളത്തിൽ പാടുകയാണെങ്കിൽ, അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ, കൃത്യമായി വായിക്കാൻ കഴിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് വളരെയേറെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നും കൃത്യമായി അത് മുറിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് അവരുടെ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു പോരായ്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അധ്യാപകർ പദ്യം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ ഈ അവതാരണ പദ്യഭാഗത്ത് നിന്ന് നിഷ്പ്രയാസം അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന് മാത്രമല്ല, 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് പദ്യഭാഗങ്ങൾ പഠിക്കുവാൻ വളരെയേറെ ഇഷ്ടവും അതുപോലെ തന്നെ എളുപ്പവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവതാരണം പദ്യം എന്ന് പറയുമ്പോൾ അതിനെ വളരെ ലഘൂകരിച്ച് കാണാതെ വളരെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് വായിച്ചുത്തരം, പലപ്പോഴും അധ്യാപകരുടെ പ്രാവീണ്യം തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ നൽകി കുട്ടികളെ പരീക്ഷിക്കുക എന്നതിന് പകരം കുട്ടികൾക്ക് മനസ്സിലാകുന്ന മനോഹരമായ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് അവർക്കും ഒരു ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതും ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം എന്ന് പൊതുവായി ഒന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഞാനടങ്ങുന്ന അധ്യാപകർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 2 പദ്യഭാഗങ്ങളാണുള്ളത്. 7 മാർക്കും 8 മാർക്കുമായി അത് 15 മാർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ 10ാം തരത്തിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരേപോലെ പോകുന്ന ഭാഗങ്ങളാണ്. രചനാ വിഭാഗം, ഉപന്യാസമുണ്ട്, അത് 5 മാർക്കിനാണ്. ഔദ്യോഗികമായ കത്തുണ്ട്, അത് 5 മാർക്കിനാണ്. പത്രവാർത്ത 4 മാർക്കിനാണ്. ഇനി വാക്യപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് 6 എണ്ണം തന്ന് 4 എണ്ണം എഴുതാം എന്നുള്ളത് 10ാം ക്ലാസ്സിന്റെ അതുപോലെ തന്നെയാണ് നമുക്ക് പാഠ്യപദ്ധതി തന്നിരിക്കുന്നത്. ഇതിൽ വാക്യത്തെ പ്രയോഗിക്കാനുണ്ട്, അംഗവാക്യം അങ്കിവാക്യം വേർതിരിക്കാനുണ്ട്, പ്രയോഗം മാറ്റുന്നതുണ്ട്, തെറ്റുതിരുത്തുകയുണ്ട്. ഇതില് ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വന്നിരിക്കുന്നത് സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ക്യാപ്ഷനോട് കൂടിയാണ്. അപ്പൊ സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു നമ്മളായി പുതിയ വാക്കുകൾ നിർമ്മിക്കുക എന്നും. പലപ്പോഴും കുട്ടികൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നത് അവർ പുസ്തകത്തിൽ പരിചിതമായ വാക്കുകളായതിനാൽ അവർ ആ ഒരു വാക്യമാണ് പ്രയോഗിച്ചു വരുന്നത്. അത് 9ാം തരത്തിൽ തിരുത്തി ശീലിപ്പിച്ചാൽ മാത്രമേ 10ാം തരത്തിലെത്തുമ്പോൾ അവരുടെ മാർക്ക് നഷ്ടമാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ കഠിന പദങ്ങൾ അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന പദങ്ങൾ എത്തുമ്പോൾ തീർച്ചയായും ക്ലാസിന്റെ ഉള്ളിൽ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ നൽകി കുട്ടികൾക്ക് സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കുന്ന രചനാ ശൈലി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്റെ പ്രായത്തിലുള്ളവർക്കും അതിന് മുതിർന്നവർക്കും എന്തായാലും അറിയാം, നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ ഇത്തരത്തിലുള്ള വാക്കുകളും തന്നിട്ടുണ്ട്. നമ്മൾ അറിയാവുന്ന അർത്ഥം വെച്ച് അത് പ്രയോഗിച്ചിട്ടുമുണ്ട്. ക്ലാസ്സിൽ പലപ്പോഴും അത് വായിച്ച് വളരെ സരസമായ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുമുണ്ട്. പലപ്പോഴും അബദ്ധം പറ്റിയ ചരിത്രവുമുണ്ട്. ഇപ്പൊ മലയാളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും അത് തിരിച്ചു വന്നിരിക്കുന്നത് 12ാം തരം വരെയാണ്. ഇപ്പൊ 12ാം തരത്തിൽ മാറി വന്ന പാഠ്യപദ്ധതിയിലെ ചോദ്യ മാതൃക അനുസരിച്ച് 12ാം തരത്തിലും ഈ ശൈലി വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ 9ാം തരത്തിലും 10ാം തരത്തിലും കടന്ന് 11ഉം 12ഉം മലയാളം സ്വീകരിച്ചാൽ പോലും, അവർ അതിനെ പഠിക്കാൻ തീരുമാനിച്ചാൽ പോലും അവിടെയും നമുക്ക് ശൈലി വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരുക്കി തുടങ്ങേണ്ടതാണ്. പിന്നെ പര്യായം, നാനാർത്ഥം, അർത്ഥവ്യത്യാസം, എതിർലിംഗം, പിരിച്ചെഴുതുക, ചേർത്തെഴുതുക
തുടങ്ങി സന്ധി സമാസം ഇല്ലാതെ ഉള്ള എല്ലാ ഭാഗങ്ങളും ചേർത്ത് 7 ചോദ്യങ്ങൾ, 10 ചോദ്യം തരും. നമുക്ക് 7 എണ്ണം എഴുതിയാൽ മതി. ഓരോ മാർക്ക് വീതമാണ് അതിന് കൊടുക്കേണ്ടത്. പിന്നീടുള്ളത് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബഹുവികല്പ മാതൃകയുള്ള ചോദ്യങ്ങളിലാണ് നമുക്ക് 10ാം തരത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമുള്ളത്. കാരണം ഇവിടെ 10 ചോദ്യങ്ങൾ തന്നിട്ട് 9 ചോദ്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. 10ാം തരത്തിൽ അത് 12 ചോദ്യങ്ങൾ തന്നിട്ടാണ് എഴുതേണ്ടത് എന്നത് മാത്രമാണ് ഈ 2 വ്യത്യാസം. പദ്യം എന്ന വ്യത്യാസവും ഈ ഒരു ചോദ്യ മാതൃകയിൽ ചോദ്യത്തിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസവുമാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടുമല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഒരുപോലെ തന്നെയാണ് പോകുന്നത്. ഇനി ഗദ്യഭാഗവും പദ്യഭാഗവും. ഗദ്യം നമുക്ക് 5 പാഠങ്ങളുണ്ട്, പദ്യം നമുക്ക് 5 പാഠങ്ങളുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് 4 ചോദ്യങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ, 3 ചോദ്യങ്ങൾ എഴുതാൻ മതി. ഇത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ള പാഠം ഒഴിവാക്കാൻ വേണ്ടിയല്ല. അവർക്ക് പഠനത്തിൽ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് കുറച്ചുകൂടെ ലളിതമായത് എഴുതി തീർക്കുക എന്ന അർത്ഥത്തിൽ തന്നെ വേണം നമ്മൾ കുട്ടികളെ പറഞ്ഞ് പരിശീലിപ്പിക്കാൻ. അല്ലാതെ ഒരു പാഠം ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം എന്ന് ഒരിക്കലും നമ്മൾ മലയാളം അധ്യാപകർ പറഞ്ഞു കൊടുക്കരുത്. നമ്മുടെ ക്ലാസ്സിൽ മാത്രമേ അവർ മലയാളം പറയുന്നുള്ളൂ, നമ്മുടെ ക്ലാസ്സിൽ മാത്രമേ അവർ വായിക്കുന്നുള്ളൂ, നമ്മുടെ ക്ലാസ്സിൽ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ എന്ന ഒരു ചിന്ത നമ്മൾ അധ്യാപകർ മറന്നു പോകരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ പരീക്ഷ എഴുതാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ചോദ്യപേപ്പർ മാതൃകയെ നമ്മൾ പരിചയപ്പെട്ടു. ഇത് 10ാം തരത്തിലുള്ള ക്ലാസ്സിലും കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 9ാം തരത്തിലും അത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം. ചോദ്യോത്തര മാതൃകയിൽ വന്ന ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് 100 വാക്കിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നതും ACQ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഗദ്യ പദ്യ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുൻ വർഷത്തെ പോലെ 3 മാർക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വന്നിരിക്കുന്ന സിലബസ് പ്രകാരം എന്താണോ, പാഠ്യപദ്ധതി പ്രകാരം എന്താണോ അത് പഠിപ്പിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. നമുക്ക് ഇനിയൊരു മാറ്റം വരാം, മാറ്റം വന്നാൽ ഇങ്ങനെയാവാം എന്ന് ചിന്തിക്കാം. പക്ഷേ പ്രവർത്തിക്കാൻ നമുക്ക് ഈ ഒരു തരുണത്തിൽ അനുവാദമില്ല. കാരണം വരുന്നതനുസരിച്ച് നമ്മൾ എന്തായാലും ആ ഒരു പാഠ്യപദ്ധതിയെ സ്വീകരിച്ചേ മതിയാവും. അപ്പോ വന്നിരിക്കുന്ന മാറ്റങ്ങൾ 3 മാർക്കിന് 100 വാക്കിൽ കവിയാതെ എന്നാണെങ്കിൽ മലയാളം അധ്യാപകരായ ഇപ്പോ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ മലയാളം ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമാണ്. നമുക്കറിയാം, നമുക്ക് കൃത്യമായി മലയാള ഭാഷ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സമയം തികഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആദ്യം ചിന്തിച്ചു നോക്ക്. നമ്മുടെ ചോദ്യങ്ങളെല്ലാം വളരെ വലുതായിരുന്നു, മാർക്കുകൾ വളരെ കുറവായിരുന്നു. ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ആകെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് മലയാള ഭാഷ അധികം അവർ എഴുതുന്നില്ല, വായിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ സമയപരിമിതിയെക്കുറിച്ച് അവർ ഇത്രയധികം സംസാരിക്കുക. പക്ഷെ നമുക്ക് ഇത് എങ്ങനെ എഴുതാം എന്നതിലേക്കാണ് പരിശീലനം നൽകേണ്ടത്. എന്തായാലും ഒരു പാഠത്തിന്റെ കർത്താവിനെ കുറിച്ചും കൃതിയെക്കുറിച്ചും സന്ദർഭത്തെക്കുറിച്ചും കുട്ടികൾക്ക് വളരെ ലളിതമായി അറിയാവുന്ന കാര്യമാണ്. അത് ആ പാഠഭാഗത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി വ്യക്തമാവുന്നതാണ്. ആകെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ആദ്യത്തെ ഖണ്ഡികയെ തീർച്ചയായും ആ പാഠത്തിന്റെ സന്ദർഭവുമായും കർത്താവുമായും കൃതിയുമായും ബന്ധപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ്. അത് ഒരെണ്ണം കൃത്യമായി പരിശീലിച്ചു വെച്ചു കഴിഞ്ഞാൽ യാതൊരു സമയനഷ്ടവുമില്ലാതെ അവർക്കത് എഴുതി തീർക്കാനായിട്ട് കഴിയും. 2ാമത്തെ ഖണ്ഡികയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. അത് മാത്രമാണ് നമുക്ക് വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിശദമായി എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ 9ാം തരത്തിൽ തന്നെ പഠിപ്പിക്കുമ്പോൾ 3 മാർക്കിന് ഖണ്ഡിക തിരിച്ച് ഉത്തരം എഴുതാനും 1 ഖണ്ഡിക കൃതി കർത്താവ് സന്ദർഭം എന്നത് സൂചിപ്പിക്കാനും മറക്കേണ്ടതില്ല. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് ശീലിപ്പിച്ചു കഴിയുന്ന കുട്ടികൾക്ക് 10ാം തരത്തിൽ അത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാനും കഴിയും. അല്ലാതെ നമ്മൾ ഒരിക്കലും കുട്ടികളോട്, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വലിയ ചോദ്യം കാണുമ്പോൾ പേടിച്ചു പോകുന്ന കുട്ടികൾ ഉണ്ടാവുന്നത് വലിയ ചോദ്യമാണ് എന്ന് നമ്മളും പറയുന്നത് കൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ലളിതമായ രീതിയിൽ അത് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ ലളിതമാണെന്നൊരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സ്വാഭാവികമായും ലളിതമായി തീരും. അതുകൊണ്ട് തന്നെ ഇതിനെ അത്തരത്തിൽ എടുക്കുന്നതായിരിക്കും കുട്ടികളുടെ പഠന രീതിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ നമുക്ക് പഠിപ്പിക്കാം. ഇനി നമുക്കറിയാം, പരീക്ഷയെ കൃത്യമായും 80 മാർക്ക് 20 മാർക്ക് എന്ന വേർതിരിവിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. 80 മാർക്കിന് നമ്മൾ പരീക്ഷ എഴുതുന്നു, 20 മാർക്കിനാണ് നമ്മുടെ ആന്തരിക മൂല്യനിർണ്ണയം നടക്കുന്നത്. അത് മൾട്ടിപ്പിൾ അസസ്മെന്റിനാണ് 5 മാർക്ക്. മൾട്ടിപ്പിൾ അസസ്മെന്റ് കലാസംയോജന പ്രവർത്തനങ്ങൾ അത് ഏത് തന്നെ ആയാലും നമുക്ക് 5 മാർക്കിലേക്കാണ് വിലയിരുത്താൻ കഴിയുക. ആ 5 മാർക്കിലേക്ക് വിലയിരുത്താം. അത് എത്തരം പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഓരോ പാഠങ്ങളും വിശദമായി പരിശോധിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നതാണ്. ഇനി സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി, അവിടെ ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം സ്പീക്കിംഗ് ലിസണിംഗ്, ഭാഷണവും ശ്രദ്ധയുമാണ് കൃത്യമായും സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി.
എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും സ്ഥിരമായി ഒരേ തരത്തിലുള്ള സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി നടത്തുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രസകരമായി ഈ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും. നമ്മൾ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണിക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ പരിചിതമില്ലാത്തൊരു പാഠഭാഗം വായിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖനങ്ങൾ വായിക്കുന്നു, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത് വളരെ ലളിതമായി കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയാണ്. എന്നാൽ കുട്ടികളുടെ സ്പീക്കിങ്ങിനെയും ലിസണിങ്ങിനെയും നമുക്ക് ഒരുമിച്ച് അളക്കാൻ കഴിയുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് നൂതനമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പരീക്ഷാ മൂല്യനിർണ്ണയ മാനദണ്ഡമായി മാറാതെ പകരം രസകരമായി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഒന്ന് രണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വരുന്നത് മാത്രം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഇതിനേക്കാൾ അതിഗംഭീരമായി ചെയ്യുന്ന ഒരുപാട് അധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകർ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിനുശേഷം അത് ചാറ്റ് ബോക്സിലായാലും നമുക്കത് ഷെയർ ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്രദമാകും. നമുക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. പണ്ട് നമ്മൾ കഥാസൂചനയിൽ നിന്ന് കഥകൾ വികസിപ്പിച്ചിട്ടില്ലേ, അതുപോലെ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ കഥാഭാഗം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമല്ലേ അടുത്ത കുട്ടിക്ക് ആ കഥയെ പൂരിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ശ്രദ്ധയെ നമുക്ക് കൃത്യമായി അളക്കാനായിട്ട് കഴിയും. ഇനി കൃത്യമായി പൂരിപ്പിക്കുന്നത് അവന്റെ ഭാഷണശേഷിയെ വിലയിരുത്താനായി കഴിയില്ലേ. അപ്പോ വളരെ രസകരമായി ഒരു കഥ പറയുന്നതിലൂടെ ഒരു 6ാമത്തെ പീരീഡോ 8ാമത്തെ പീരീഡോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പീരീഡോ പോലും നമ്മൾ ക്ലാസ്സിൽ എത്തുകയാണെങ്കിൽ രസകരമായ രീതിയിൽ നമുക്ക് ഈ സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റിയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അത് അവസാനം എത്തുമ്പോൾ ആ കഥയെ അറിയാനുള്ള കൗതുകം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ലിസണിങ്ങും സ്പീക്കിങ്ങും കൃത്യമായി വിലയിരുത്താനും കഴിയും. അല്ലാതെ ഒരു പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഓടിപ്പോയി നടത്തേണ്ട ഒരു ആക്ടിവിറ്റി അല്ല സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി. അത് നമ്മുടെ പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പിന്നെ എന്റെ പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്നവർക്ക് വളരെ പരിചിതമായ ഒരു കാര്യമായിരിക്കും ആകാശവാണിയിൽ പണ്ട് നടന്നിരുന്ന ഒരു നിമിഷം മാത്രം എന്ന ആർ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിച്ചിരുന്ന പരിപാടി. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെയധികം കേട്ടിരുന്നത് ഈ ഒരു പരിപാടിയായിരുന്നു. ഒരു നിമിഷം മാത്രം എന്നാണ് പരിപാടിയുടെ പേര്. ഒരു നിമിഷം മാത്രം എന്ന പരിപാടിയിൽ ആംഗലേയ പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ച് മാത്രം ഒരു നിമിഷം സംസാരിക്കണം. അത് ഇഷ്ടമുള്ള വിഷയത്തെ തെരഞ്ഞെടുത്ത് സംസാരിക്കാം. സംസാരിക്കുന്നതിനിടയ്ക്ക് തടസ്സം നേരിട്ടാൽ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് തടസ്സം വിളിക്കാം. ആ തടസ്സം പറയുന്നവർക്ക് അത് തുടർന്ന് അവതരിപ്പിക്കുകയും ചെയ്യാം. അത് മലയാള സംസാരശേഷി, ഉച്ചാരണ ശുദ്ധി, അതുപോലെ തന്നെ ശ്രദ്ധ, ഇത് അളക്കാനായുള്ള കൃത്യമായ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സബ്ജക്ട് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി അതിമനോഹരമായി നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും. ഇനി പീരിയോഡിക് ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 3 പരീക്ഷകൾ നടത്തി 2 പരീക്ഷകളിൽ നിന്ന് മികച്ച മാർക്കിനെ നമുക്ക് 5ലേക്ക് മാറ്റുന്നതിനെയാണെന്ന് നമുക്കറിയാം. പോർട്ട്ഫോളിയോയെ കുറിച്ച് ഇതിനു മുമ്പും പല ക്ലാസ്സുകളും പല കാര്യങ്ങളും പല അധ്യാപകരും പങ്കുവച്ചിട്ടുണ്ട്. അത് വിശദമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം സമയപരിമിതി മൂലം നമുക്ക് പാഠ അവതരണവും നമുക്ക് ആവശ്യമാണല്ലോ. ഇനി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഊന്നൽ കൊടുക്കേണ്ട മേഖലകൾ തീർച്ചയായും 10ാം തരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ 9ാം തരത്തിലും ഒരേപോലെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കാരണം അത് വളരെയധികം എല്ലാ അധ്യാപകർക്കും ഉപകാരപ്രദമായതുകൊണ്ട് തന്നെ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിൽ അത് പരിചയപ്പെടുത്തുകയാണ്. പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഊന്നൽ കൊടുക്കേണ്ട മേഖലകൾ കർത്താവിനെ കുറിച്ചും കൃതിയെക്കുറിച്ചും കാലഘട്ടത്തെക്കുറിച്ചും. ഇനി രണ്ടാമത് എന്തുകൊണ്ടാണ് കർത്താവ് എന്ന് കൂടുതലായി ചേർത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന 9ാം തരത്തിലെ പാഠപുസ്തകങ്ങളിൽ കവി പരിചയം അല്ലെങ്കിൽ ലേഖക പരിചയം എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരായ നമ്മൾ ഓരോ ലേഖകരെ കുറിച്ചും കർത്താവിനെ കുറിച്ചും കൃത്യമായ അറിവുകൾ ഉള്ളവരായിരിക്കണം. ഒരു കാര്യത്തിലും നമുക്ക് പുസ്തകത്തിന്റെ അനുബന്ധമായി കൊടുത്തിരിക്കുന്ന കവി പരിചയത്തെയോ ലേഖക പരിചയത്തെയോ പരിചയപ്പെടുത്താനായി കഴിയുകയില്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനാണ് രണ്ടാമത് വീണ്ടും കർത്താവ് എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പുസ്തകത്തിൽ അങ്ങനെ ഒരു വിഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ആശയം അവതരണ മികവ്. ആശയം അവതരണ മികവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്, സാമ്പാർ എല്ലാവരും വെക്കും, അതിന്റെ ചേരുവകളെല്ലാം ഒന്നായിരിക്കും. പക്ഷെ നമ്മൾ പറയും, മുരളിമാഷ് പറയും മുരളിമാഷിന്റെ വീട്ടിൽ വെക്കുന്ന സാമ്പാറിനാണ് ഏറ്റവും രുചി എന്ന് പറയും. ബിജുമാഷ് പറയും ബിജുമാഷിന്റെ വീട്ടിലാണെന്ന് പറയും. ഇനി സലാം സാർ പറയും സലാം സാറിന്റെ വീട്ടിലാണെന്ന് പറയും. ഞാൻ പറയും എന്റെ വീട്ടിലെയാണെന്ന് പറയും. പക്ഷെ ചേരുവകളും അതുപോലെ തന്നെ വിഭവവും ഒന്നാണ്. അതിൽ ചേർക്കുന്ന മേമ്പൊടിയായി നമ്മൾ പറയില്ലേ, കൈപ്പുണ്യം എന്നൊക്കെ ചേർക്കുന്നത് പോലെ അത് കടയിൽ വാങ്ങാൻ കിട്ടില്ല. നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ്. അതായത് ഓരോ അധ്യാപകരും എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത്
ാണ് കുട്ടികൾക്ക് ആ പാഠഭാഗത്തിന്റെ ആശയം ആ അവതരണ മികവിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രത്യേകം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും തുടർന്ന് വന്നതിന്റെ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. ഇനി തലക്കെട്ടിന്റെ ഔചിത്യം. 9ാം തരത്തിൽ പറയുകയാണെങ്കിൽ തലക്കെട്ടിന്റെ ഔചിത്യം ഒട്ടനവധി പാഠങ്ങളിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്പമല്ല ഭുജിക്കുന്നു. പാഠത്തിന്റെ ആശയങ്ങളെല്ലാം ആ ഒരൊറ്റ തലക്കെട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണവും ആരോഗ്യവും ഒന്നും ചിന്തിക്കാനില്ല, കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ചിരിയുടെ അരങ്ങേറ്റം, നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച കലാകാരന്റെ അരങ്ങേറ്റത്തെ കുറിച്ചാണ്. ദയ, ഇനി എന്തിലാണ്, ഇനി അമ്മ, എല്ലാം തലക്കെട്ട് അത്രയേറെ അനുയോജ്യമായ രീതിയിലാണ് 9ാം തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അതിമനോഹരമായി നമുക്ക് ഔചിത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇനി ആശയപ്രധാനമായ വരികളും വാചകങ്ങളും ബിംബകൽപ്പനകളും നമുക്ക് ഉചിതമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ അധ്യാപകരും ശ്രദ്ധിക്കണം. ഇനി കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയണം. അതിൽ ഗ്രാമീയ പ്രയോഗങ്ങൾ വരികയാണെങ്കിൽ പറയണം. 10ാം തരത്തിൽ പ്ലാവിലക്കഞ്ഞിയിലും അതുപോലെ തന്നെ കടൽത്തീരത്തും ധാരാളം ഗ്രാമീയ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ 9ാം തരത്തിൽ വളരെ ലളിതമായി 1ഓ 2ഓ സ്ഥലങ്ങളിലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് കുട്ടികൾക്ക് പരിചിതമായ ഗ്രാമീയ പ്രയോഗങ്ങൾ പലപ്പോഴും പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അത് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് കഴിയും. കാരണം അധ്യാപകർക്ക് കുട്ടികളെ കൂടെ നിർത്താൻ എപ്പോഴും നല്ലത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൈകാര്യം ചെയ്യുമ്പോഴാണ്. എപ്പോഴും അച്ചടി ഭാഷയിൽ തന്നെ മലയാളം അധ്യാപകർ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ബോറടിക്കില്ലേ? രസകരമായി ബോഡി ലാംഗ്വേജോട് കൂടിയ മോഡുലേഷനോട് കൂടി അവതരിപ്പിക്കുന്ന ക്ലാസ്സുകൾ കേട്ടിരിക്കാനാണ് നമുക്കിഷ്ടമെങ്കിൽ കുട്ടികൾ നമ്മളെക്കാൾ വളരെ പ്രായം കുറഞ്ഞവരാണ്. അവർ അതിനേക്കാൾ വളരെ വേഗത്തിൽ പോകുന്നവരാണ്. അതിനനുസരിച്ചുള്ള പ്രയോഗങ്ങളെ അങ്ങനെ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. സാഹിത്യ പ്രസ്ഥാനങ്ങളെ എന്തായാലും നമ്മൾ പരിചയപ്പെടുത്തണം. നമ്മളല്ലാതെ അതിനെ പരിചയപ്പെടുത്താൻ വേറെ ആരുമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ലേ എന്ന് കരുതി ഒറ്റ വാക്കിൽ പറയുന്നതിന് പകരം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചെങ്കിലും സമയമെടുത്ത് പറയുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ മറക്കരുത്. ഓരോ പാഠത്തിനും കഴിവിനെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകണം. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ് നമ്മളുടെ മാതൃകകൾ. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോഴും പഴയ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് പലപ്പോഴും പാഠം പഠിപ്പിച്ച് തീർക്കാനുള്ള വേഗതയിൽ ഈ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കും. ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഞാൻ തന്നെ ചിന്തിക്കും, ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു, കേൾക്കാൻ കുറെ പേര് ഇരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വലിയ മോട്ടിവേഷനാവും. പൊട്ടിക്കരയും, പൊട്ടിച്ചിരിക്കും, ആവേശത്തോട് കുറെ സംസാരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പണ്ടത്തെ പ്രയോഗം പറയും, പണ്ടത്തെ ചങ്ങരൻ തെങ്ങുമേ തന്നെ എന്ന് പറയുന്ന പോലെ ഇവിടെ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ എല്ലാ പാഠങ്ങളിലും അത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയുള്ളൂ. കാരണം കുട്ടികൾ ഇന്ന് ChatGPTയുടെയും AI-യുടെയും കാലത്താണ് ജീവിക്കുന്നത്. നമ്മളെ പോലെ പറഞ്ഞ പുസ്തകത്തിന്റെ ഉത്തരങ്ങൾ പറയാനാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സുകൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മൾ പറയുന്നതിനേക്കാൾ മനസ്സിലാകാൻ വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പോരായ്മയാണ് എന്ന് ഞാനാകുന്ന അധ്യാപിക ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. കാരണം നമുക്ക് അവരെ പിടിച്ചിരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഇതേ ആശയം അന്വേഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മുതൽ കൊടുത്തുകൊണ്ട് പാഠങ്ങളിലേക്ക് പോകാം. വളരെ സമയക്കുറവ് കൊണ്ടാണ് പോകുന്നത്. സാറേ, സമയം നീണ്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടപെടണം കേട്ടോ സാറേ. ടീച്ചറെ ഒരു മിനിറ്റ്, ആ കഴിവിനെ കുറിച്ച് പറഞ്ഞതൊന്നും കൂടി ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ അത് ടീച്ചേഴ്സിന് അത് നല്ലതായിരിക്കും. ഓരോ പാഠങ്ങളിലും ഞാനത് ചേർത്തിട്ടുണ്ട് സാർ. അത് മതി. ആദ്യമായി ഞാൻ അമ്മ എന്ന പാഠത്തിലേക്കാണ് പോകുന്നത്. ഞാൻ 9ാം തരത്തിലെ പാഠങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഏത് പാഠം ആദ്യം തുടങ്ങണമെന്ന് പലവട്ടം ആലോചിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ആദ്യം അമ്മയാണ്. അമ്മ കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ അല്ലെ നമുക്കെല്ലാം. മലയാളമാകുന്ന അമ്മയിൽ നിന്ന്, കുടുംബത്തിലെ അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് വാല്യൂ അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിതമായ ഒരു പാഠം പഠിപ്പിക്കുവാനായി ഏറ്റവും നല്ലത് അമ്മ തന്നെയാണ്. അമ്മ എന്ന പാഠം പഠിപ്പിക്കുമ്പോൾ നാലപ്പാട്ട് തറവാടിനെ കുറിച്ച് പറയണം, മാധവിക്കുട്ടിയുടെ കൃതികളെ കുറിച്ച് നമ്മൾ പറയണം, കമലാദാസ്, മാധവി കുട്ടി, കമലാ സുരയ്യ, ആമി, അതൊക്കെ നമുക്ക് കൊണ്ടുവരണം. കുട്ടികൾക്ക് ഇതൊന്നും പരിചിതമല്ല. പക്ഷെ കുട്ടികൾ നീർമാതളം പൂത്തക്കാലം സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് മഞ്ജു വാര്യരെ ഓർമ്മയുണ്ടാവുള്ളൂ, ഒരിക്കലും മാധവിക്കുട്ടീനെ അല്ല അവർ ഓർക്കുന്നത്. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ അധ്യാപകർ മുന്നോട്ട് വരുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ചെറുകഥാ സാഹിത്യത്തെ കുറിച്ച് പറയണം. ഇതര ചെറുകഥകൾ നമ്മൾ പരിചയപ്പെടുത്തണം. നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചെറുകഥകൾ ഓരോ അധ്യാപകർക്കും ഓരോ രീതിയിലാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുക. അത്തരം
ചെറുകഥകൾ വേണം നമ്മൾ ആ പാഠവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. അമ്മ കേന്ദ്രമാകുന്ന ഇതര കഥകൾ ഞാൻ പറയുകയാണെങ്കിൽ, അമ്മ കേന്ദ്രമാകുന്ന കഥകൾ പറയുമ്പോൾ ഈ പാഠം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും നെയ്പായസത്തെ കുറിച്ചും കോലാടിനെ കുറിച്ചും പറയും. കാരണം എന്റെ ഉള്ളു പൊള്ളിച്ച കഥകളാണ്. നെയ്പായസത്തിലെ അമ്മ എന്നെ കുറെ കരയിപ്പിച്ചിട്ടുണ്ട്, കോലാടിലെ അമ്മയും അതുപോലെ കരയിപ്പിച്ചിട്ടുണ്ട്. ഈ കഥകളിൽ നിന്നുള്ള അമ്മയിൽ നിന്ന് വേറൊരു ചിത്രത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, വർത്തമാനകാല സമൂഹത്തിന്റെ സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ച്. ഇവിടെ 1-2 കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കും എന്ന് കരുതിക്കൊണ്ട് വേണം നമ്മൾ ഒരു വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട്. കാരണം നമ്മൾ പറയും, വാർദ്ധക്യത്തിലെത്തിയ അമ്മയെ തനിച്ചാക്കി പോകാൻ കഴിയുമോ? അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി ഒരു ചോദ്യം തിരിച്ചു ചോദിക്കും. കാരണം നമ്മുടെ കാലത്തല്ല ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. അവർ കാണുന്നത് പ്രവാസ ജീവിതത്തിൽ പ്രവാസികളായി പോകുന്ന മാതാപിതാക്കളും കുട്ടികൾ, മറ്റുള്ള ബന്ധുവീടുകളിൽ നിൽക്കുന്ന കുട്ടികളുമുള്ള കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ പ്രവാസികളായി പോകുമ്പോൾ അമ്മയെ ഒറ്റയ്ക്കാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും, എന്റെ അമ്മയും അച്ഛനും വിദേശത്താണ്, ഞാൻ എന്റെ മുത്തശ്ശിയുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ, പഴയ കാലമാണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇന്ന് ഒട്ടനവധി തൊഴിൽ മേഖലകളിൽ മാതാപിതാക്കൾ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. ആ സാഹചര്യവും അതായത് നമ്മൾ അങ്ങോട്ടൊരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെക്കുമ്പോൾ ഇങ്ങോട്ടും വരും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോ കഴിവിനെ അവരുടെ പരിശോധിക്കുന്നതിനൊപ്പം നമ്മുടെ കഴിവിനെ പരിശോധിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നതായിരിക്കില്ല. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ നേരിടാനായും നമുക്ക് കഴിയണം. കാരണം ഒരമ്മയും അപ്പനും വളരെയധികം ആഗ്രഹിച്ച് മക്കളെ പുറത്ത് വിദ്യാഭ്യാസം നൽകാമെന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും അവർ തന്നെയാണ്. അതിനുശേഷം അവരുടെ ജീവിതം അവർ കെട്ടിപ്പടുക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഒരു വലിയ മാളികയും സൗധവും നൽകി അവിടെ ആ മാതാപിതാക്കളെ ഇരുത്തുമ്പോൾ വലിയ കെട്ടുമട്ടും ഭാവം ഒന്നും അവർക്ക് ആവശ്യമില്ലെന്നും പകരം അമ്മേ എന്നൊരു വിളി കേൾക്കാനുള്ള ഒരു കൊതിയാണ് അവർക്കുള്ളതെന്നും ഈ വൃദ്ധയിലൂടെ ആഴത്തിലേക്ക്, മനസ്സിന്റെ ഉള്ളിലേക്ക് പതിഞ്ഞു കയറാൻ കഴിയണം. പാൽക്കാരൻ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മയ്ക്ക് കുറച്ച് ശക്തി കിട്ടി എന്നാണ് പാഠഭാഗത്ത് പറയുന്നത്. അമ്മേ എന്നൊരു വിളി കുറച്ച് ശക്തി നൽകിയെങ്കിൽ അത് സ്വന്തം മക്കള് വിളിച്ചിരുന്നെങ്കിലോ? അവിടെ ഈ അമ്മയുടെ, നമുക്ക് വേറൊരു കാര്യം പറയാം, വളരെ കുറച്ചു കാലം മുമ്പ് പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വലിയ വാർത്തയായിരുന്നു. മുംബൈയിൽ ഏറ്റവും അതിസമ്പന്നർ താമസിക്കുന്ന ബംഗ്ലാവുകളിൽ ഒന്നിൽ, ആ അപ്പാർട്ട്മെന്റില് ഒരു കസേരയിൽ അമ്മയുടെ അസ്ഥികൂടം ഇരുന്നത് വളരെ വലിയ വാർത്താ പ്രാധാന്യം അർഹിച്ചതായിരുന്നു. അത് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കാം. അവിടെ ഒരു വലിയ കൊട്ടാരം കെട്ടിക്കൊടുത്തിട്ടോ സമ്പന്നമായ സാഹചര്യങ്ങൾ കൊടുത്തിട്ടോ അവസാനമായി ഒരു തുള്ളി വെള്ളം ആ അമ്മയ്ക്ക് കിട്ടിയോ എന്ന് പോലും അറിയാതെ അമ്മയുടെ മരണത്തിന് ശേഷം അസ്ഥിപഞ്ജരം ആയ ആ അസ്ഥികൂടത്തെ കാണാൻ എത്തുന്ന ആ മക്കളിൽ നിന്നുകൊണ്ട് വേണം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രത്തെ നമ്മൾ പതിപ്പിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ അമ്മയ്ക്ക് വേണ്ടത് സമ്പത്തല്ല എന്നും പകരം ചേർന്നിരുന്ന് ഒന്ന് വിളിക്കാൻ, ഈ ഒരു പേര് മാത്രം, അമ്മയെ ഒന്ന് വിളിക്കാൻ ആവശ്യമുള്ള കരുതൽ മാത്രമാണെന്നും, എന്റെ ആ കറുത്ത കാറിന്റെ അവസ്ഥ അറിയാമായിരുന്നു എന്ന് പറയുന്ന അമ്മയുടെ അവസാനം, അതായത് ഇനി വേണ്ട, ഇനി എന്നെ ആർക്കും വേണ്ട എന്നുള്ള ലോകത്ത് ജീവിക്കുന്ന അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് പലപ്പോഴും പല കുട്ടികളും വഴക്കിട്ടിറങ്ങി വരാറുണ്ട്. അമ്മമാര് പിന്നാലെ നടന്ന് നമ്മളെ എന്തെങ്കിലും കാര്യം അവർ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്, അതായത് നമ്മളെ ശാസിക്കുമ്പോ അവര് പറയുന്നത്, നമ്മളെ തല്ലുവാണെങ്കിൽ അല്ലെങ്കിൽ ശകാരിക്കുമ്പോ ഐ ലവ് യു മോനെ എന്ന് പറയുന്നതിന് മറ്റൊരു ഭാവ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ കൊണ്ടാ ഞാൻ നിന്നെ വഴക്ക് പറയുന്നത് എന്ന് തിരുത്തി കൊടുക്കാൻ നമ്മൾ അധ്യാപകർക്ക് കഴിയണം. വഴിയിൽ പോകുന്നവരാരും നമ്മളെ അങ്ങനെ തിരുത്തുന്നില്ലല്ലോ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലേ തിരുത്തുന്നുള്ളൂ. അത് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിലൂടെ വേണം നമുക്ക് തിരിച്ചു പോയി അമ്മയെ കെട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ അമ്മയെ ചേർത്ത് നിർത്താൻ, അമ്മയെ ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനിക്കാനായി കുഞ്ഞുങ്ങളിലേക്ക് ആഴത്തിൽ അത് പതിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് ആ പാഠത്തെ അങ്ങനെ തന്നെ കാണണം നമുക്ക്. ഇനി ആ പാഠത്തിൽ നിന്ന് കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങൾ, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തരത്തിൽ കൊടുക്കാം. കഥാപാത്രങ്ങളിലൂടെ കഥാകാരി പറയാൻ ശ്രമിക്കുന്നത് എന്തെല്ലാം? പാൽക്കാരനുണ്ട്, ടാക്സിക്കാരനുണ്ട്, പോലീസുകാരനുണ്ട്, അതുപോലെ തന്നെ ഡോക്ടറുണ്ട്. അതിലൂടെയൊക്കെ എങ്ങനെയാണ് കഥാകാരി നമുക്ക് എന്തെല്ലാം സന്ദേശമാണ് നൽകുന്നത്? ബോലേറാം എന്ന പാൽക്കാരന്റെ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സ്നേഹരഹിതമായ സമീപനം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ വർത്തമാനകാല സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക. കുട്ടികൾ അതിമനോഹരമായി അത് ചെയ്യും. ഇനി കലാസംയോജിത പ്രവർത്തനങ്ങളാണെങ്കിൽ പോസ്റ്റർ. ഈ പോസ്റ്റർ പറയുമ്പോൾ വെറുതെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കണ്ട ഒരു വൃദ്ധസദനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചുമരിൽ പതിക്കാൻ നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോഴൊരു മൂല്യം അടിസ്ഥാനമാക്കി അത് തയ്യാറാക്കും. നാടകം അവതരിപ്പിക്കാം. ഈ പാഠത്തിനെ കുറെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാനായി നമുക്കൊരു നാടക അവതരണം ചെയ്യാം. ചിത്രരചന. തിരക്കേറിയ റോഡിൽ വീണ് കിടക്കുന്ന വൃദ്ധ,
ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വരയ്ക്കും. ആരും തിരിഞ്ഞു നോക്കാതെ മൊബൈലിൽ വീഡിയോ എടുത്ത് നിൽക്കുന്ന കുറെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആരും നോക്കാതെ തിരിഞ്ഞു പോകുന്നത് കാണാം. കൊമാല എന്ന് പറയുന്ന കൃതിയെ നമുക്ക് ഇവിടേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പറയാം. കാരണം മരിച്ചവരുടെ ലോകത്താണോ ജീവിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളും പോകുന്നത്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മരിച്ചവരാണോ, അവർക്കൊന്നും മൂല്യമില്ലേ, അവരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലേ എന്നുള്ളത് ഈ ഒരു ചിത്രത്തിൽ കുട്ടികൾ കാണിച്ചു തരും. കൊളാഷ് പത്രങ്ങളിൽ നിന്നും സമാനമായ വാർത്തകൾ ശേഖരിച്ച് നമുക്കൊരു കൊളാഷും ഇതുപോലെ പങ്കുവെക്കാനായിട്ട് കഴിയും. അടുത്ത പാഠങ്ങളിലേക്ക് പോവാണ്. നമ്മൾ ഈ ഒരു മൂല്യത്തിൽ നിന്ന് വലിയൊരു മൂല്യത്തിലേക്ക് കടന്നു പോകാം. സുഹൃതഹാരങ്ങൾ. പേര് പോലെ തന്നെ സുഹൃതമായ ഹാരങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ മലയാളം അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി ഈ 9ാം തരത്തിൽ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതായിരിക്കും. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി. നന്നായി കവിത ചൊല്ലാനും അതുപോലെ ആശയങ്ങൾ ഘോരം ഘോരം പറയാനും നമുക്ക് ഈ ഒരു കവിതയിലൂടെ കഴിയും. ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന്റെ ഉദയം പറയാം. ആധുനിക കവിത്രയത്തെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാം. ബുദ്ധമത വിശ്വാസങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കണം. അലങ്കാര പ്രയോഗങ്ങളുടെ സവിശേഷതയും ഈ പാഠത്തിനോട് ചേർത്ത് വെച്ച് പറയണം. ആശാന്റെ കൃതികളെ കുറിച്ച് പറയാം. ആശാൻ ആശയ ഗംഭീരൻ എന്ന് പറയാം. പക്ഷെ ഇനി പ്രധാനമായി ഈ പാഠത്തിലേക്ക് എത്തുമ്പോൾ ആശാന്റെ തത്വചിന്തയും സമത്വവാദവും ആത്മീയതയും സാമൂഹ്യ ദർശനവും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ജാതി വ്യവസ്ഥയെക്കുറിച്ചും അന്നത്തെ കാലഘട്ടത്തിലെ ആ ദുരാചാരങ്ങളുടെ ഏറ്റവും അരക്ഷിതമായ അവസ്ഥയെക്കുറിച്ചും കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾക്ക് കേരള ചരിത്രത്തെക്കുറിച്ച് ബോധ്യമില്ല. നമ്മൾ സോഷ്യൽ സയൻസിൽ ഒരുപക്ഷെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ സുഹൃതഹാരങ്ങളും അതിനോടനുബന്ധിച്ച് ഞാൻ പഠിപ്പിക്കുന്ന പാഠവും ഒരേ മൂല്യങ്ങൾ ചേർന്ന് പോകുന്നത് കാരണം നമുക്ക് ആ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അടുത്ത പാഠം ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായി ഞാൻ വിശദീകരിക്കാം. ഇവിടെ നമുക്ക് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആർട്ട് ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റിയും കൊടുത്തുകൊണ്ട് വേണം സുഹൃതഹാരങ്ങളെ അവതരിപ്പിക്കാനായിട്ട്. ഇവിടെ കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളായി നമുക്ക് ചോദിക്കേണ്ടത് ജാതിയെക്കുറിച്ചുള്ള ചണ്ടാല ഭിക്ഷുകിയുടെ വീക്ഷണവും ബുദ്ധ സന്യാസിയുടെ മറുപടിയുള്ള ധാർമ്മികതയും താരതമ്യം ചെയ്യുക. ഇപ്പോഴത്തെ സമൂഹത്തിൽ ജാതിയും വർഗവും അടിസ്ഥാനമാക്കിയ വേർതിരിവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ മറികടക്കാം? അന്യപുരുഷന്മാരോട് മുഖം മറച്ച് സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയോട് ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാട്. ജാതി ചിന്ത അതിക്രൂരമായ പ്രവർത്തികളിലേക്ക് വഴിമാറുന്ന ആധുനിക കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഭിക്ഷുവിന്റെ പ്രതികരണം തയ്യാറാക്കുക. ഇവിടെ ഒരു കാര്യം പറയാം. ഇപ്പോഴും ജാതി ചിന്ത ഇല്ല എന്ന് പറയാൻ കഴിയും. വളരെ അടുത്താണ് നമ്മുടെ കേരളത്തിൽ, ദൂരേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തില് മറ്റൊരു ജാതിയിൽ നിന്ന്, ഇപ്പൊ ഈ പറയുന്നത് പോലെ ജാതി വ്യവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് കാരണം വിവാഹം കഴിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ തച്ചുകൊന്നത് ഈ കേരളത്തിലാണ്, സംസ്കാര സമ്പന്നമായ കേരളത്തിൽ. അവിടെ ജാതി ഇല്ല എന്ന് പറയാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. വർത്തമാനകാലത്തിന് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണം. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരി ആഴത്തിൽ പതിപ്പിക്കണം. കാരണം ഒരു ദാഹിച്ചു വലഞ്ഞു വന്ന ഭിക്ഷുവിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അവൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയുള്ള അന്നത്തെ ജാതി വ്യവസ്ഥയുടെ കഠിനമായ ശിക്ഷാ രീതിയെ കുറിച്ചുള്ള ഭയമായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് തന്റെ മുമ്പിൽ വന്ന ഭിക്ഷുവിന് ഒരു തുള്ളി വെള്ളം നൽകിക്കൂടാ? ഇതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ബൈബിളിൽ ഒരു ശമരിയാക്കാരത്തി എന്ന കഥ ഇതുപോലെ തന്നെയാണ് പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ കൃതികളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ സർഗശക്തി ഇവിടെയൊക്കെയാണ് പ്രതികരണശേഷിയുള്ളവരായി മാറിയത്. ആ ഒരു വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് പറയാൻ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള വിപ്ലവങ്ങൾ കൊണ്ടുവന്ന കവിതകളുണ്ട്. ഇവിടെ നമുക്ക് കലാസംയോജിത പ്രവർത്തനങ്ങളിൽ കാവ്യഭാഗത്തിന് നാടകാവതരണം കൊടുക്കുന്നത് പോലെ ഞാനൊരു സ്പീച്ച് മോണലോഗും പറഞ്ഞിട്ടുണ്ട്. ആ സ്പീച്ച് മോണലോഗും പറഞ്ഞിരിക്കുന്നത് ബുദ്ധ ഭിക്ഷുവിന് സംസ്കാരത്തോട് അല്ലെങ്കിൽ അന്നത്തെ ദുഷിച്ച സംസ്കാരത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. വ്യക്തമായ അഭിപ്രായങ്ങൾ, കുട്ടികളുടെ അഭിപ്രായം നമുക്ക് ബുദ്ധഭിക്ഷുവിലൂടെ കേൾക്കാം. മാതങ്കിക്ക് അനുഭവിച്ച വേദനകളെ കുറിച്ച് പറയാനുണ്ടാവും. തന്റെ വിഭാഗം അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ആ അവഗണനയുടെ കഥ മാതങ്കിക്കും വിശദീകരിക്കാനുണ്ടാവും. അത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരം കലാസംയോജിത പ്രവർത്തനങ്ങളാണ് അതിന് നൽകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത പാഠവും ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴും നമുക്കറിയാം മലയാളം
കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുമ്പോൾ എപ്പോഴും ഒരേ മൂല്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരേ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒന്നിലധികം പാഠങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ യൂണിറ്റ് തയ്യാറാക്കുന്നത്. ഞാൻ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞതുപോലെ ഓരോ യൂണിറ്റിലും അതിന്റെ ഒരു ടാഗ് ലൈൻ പോലെ നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അത്തരം വിശദീകരണങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അരുവിപ്പുറത്തെ നിന്ന് ഒരു സന്ദേശത്തിലേക്ക് എത്തുന്നത്. നമുക്ക് കുമാരനാശാനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കവിതയും ഒരു കഥയും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പദ്യവും ഗദ്യവും പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ പാഠങ്ങൾ ഇത് ചേർന്ന് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായി നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. കാരണം ഒന്നിനോട് ചേർന്ന് നിൽക്കുകയാണ്. അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അന്നത്തെ ജാതി വ്യവസ്ഥയെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. തൊട്ടുകൂടാത്തവരുണ്ടായിരുന്നു, തീണ്ടിക്കൂടാത്തവരുണ്ടായിരുന്നു, തീണ്ടാപ്പാട് അകലത്ത് നിൽക്കേണ്ടവരുണ്ടായിരുന്നു, പൊതുനിരത്തിൽ കൂടി നടക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഒരുമിച്ചുണ്ണാൻ അനുവാദമില്ലാത്തവരുണ്ടായിരുന്നു, വിദ്യ നിഷേധിക്കപ്പെട്ടവരുണ്ടായിരുന്നു, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒന്ന് മുടി മുറിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യ നിഷേധിച്ചതുപോലെ തന്നെ വന്ന ഒരു കാര്യമാണ് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തവരുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഞെട്ടിയായിരിക്കും ഈ ഒരു കാര്യം കേൾക്കുക. കാരണം എന്താണ്? ഇന്ന് അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. എന്തും ധരിക്കാം, സമൂഹത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എന്റെ വസ്ത്രധാരണത്തിൽ ഇടപെടാൻ നിങ്ങൾ ആളല്ല എന്ന് പറയുന്ന സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പറയുന്നത് അവനവന് വേണ്ട നാണം മറയ്ക്കാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അന്ന് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ കുറിച്ചും ജാതി ചിന്തയെക്കുറിച്ചും അവരറിയണം. വിദ്യാഭ്യാസം എന്തിനാണ് പഠിക്കാൻ പോകുന്നത്? സ്കൂളിന് എന്നും അവധി കിട്ടട്ടെ അല്ലെങ്കിൽ മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലാണ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാൻ പോകാൻ കഴിയാത്തവരെ കുറിച്ച് പറയേണ്ടത്, ഒരുമിച്ചുണ്ണാൻ അനുവാദമില്ലാത്തവരെ കുറിച്ച് പറയേണ്ടത്, അല്ലെങ്കിൽ തൊട്ടാലും തീണ്ടിയാലും അയിത്തം പറഞ്ഞിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയേണ്ടത്. ഈ ജാതി വ്യവസ്ഥയുടെ ആ നിഷ്ഠൂരമായ അവസ്ഥയെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് വേണം നമുക്ക് എന്ത് പറയാൻ, അരുവിപ്പുറത്ത് നിന്ന് ആ സന്ദേശം അവതരിപ്പിക്കാനായിട്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പറയണം, വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന് പറയണം, അരുവിപ്പുറം പ്രതിഫലനങ്ങളെ കുറിച്ച് പറയണം, പാഠഭാഗത്ത് പരാമർശിക്കുന്ന വിശിഷ്ട വ്യക്തികളെ കുറിച്ച് പറയണം. പാഠഭാഗത്ത് നമ്മൾ പരാമർശിക്കുന്ന വിശിഷ്ട വ്യക്തികൾ CV കുഞ്ഞിരാമനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ശ്രീബുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്, നടരാജഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നടരാജഗുരുവും CV കുഞ്ഞിരാമനും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരും അനുയായികളുമായിരുന്നു. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതി വ്യവസ്ഥകൾക്കെതിരെയും പോരാടിയവരാണ്. അവരെ കുറിച്ചൊക്കെ പാഠഭാഗത്ത് പറയുന്നത് നമുക്കിവിടെ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം. മനുഷ്യന്റെ മതം മനുഷ്യത്വം എന്ന സന്ദേശം സമൂഹത്തിൽ എങ്ങനെ പ്രചരിപ്പിക്കാം? ഇതര വിശ്വാസത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? അത് വലിയൊരു ചോദ്യമായിട്ട് കുട്ടികൾ എടുക്കും. കാരണം ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ല. എല്ലാവർക്കും ഒരുമിച്ചുണ്ടാവും, ഒരുമിച്ച് സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാം. ഭക്ഷണം കൊണ്ടുപോയ സ്വന്തം ചോറ്റുപാത്രത്തിൽ നിന്ന് മാറ്റി മറ്റുള്ളവന്റെ ചോറ്റുപാത്രത്തിലെ കറികൾക്ക് ഏറെ രുചി എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ ഈ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. അവര് താരതമ്യം ചെയ്യട്ടെ, കേരളത്തിൽ നിലനിരുന്ന അസമത്വങ്ങളെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് സമർത്ഥിക്കട്ടെ, ഗുരുദർശനങ്ങളുടെ കാലിക പ്രസക്തിയെ കുറിച്ച് പറയട്ടെ. ഏതെല്ലാം നൂറ്റാണ്ടുകളിൽ നടന്നാലും ഈ കാലിക പ്രസക്തിയാണ് എന്നും മുന്നിട്ട് നിൽക്കുന്നത്. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇതിനൊന്നും മാറ്റം വരുന്നില്ല. മനുഷ്യൻ വർഗീയവാദത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയണം. കലാസംയോജിത പ്രവർത്തനങ്ങളായി നമുക്ക് സമൂഹത്തിൽ പിന്നാക്കക്കാർ അനുഭവിച്ചിരുന്ന കഷ്ടതകൾ അവതരിപ്പിക്കുന്ന കൃതികളുടെ രംഗാവിഷ്കാരം കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്ക് വാഴക്കുല പഠിപ്പിച്ചാൽ, വാഴക്കുല എന്ന് പറഞ്ഞു കൊടുത്താലോ? പൊട്ടിക്കരയാൻ പറ്റണം. കാരണം കർഷകൻ മണ്ണിൽ ആ മലയപ്പുലയന്റെ മാടത്തിന്റെ മുറ്റത്ത് കൊതിയോടെ കാത്തു നിന്ന ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് ആ വാഴക്കുല വെട്ടിക്കൊണ്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന തീവ്രവേദന ഇവർക്ക് മനസ്സിലാവില്ല. കാരണം കഴിച്ചു കഴിഞ്ഞതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയാനും കൊടുത്തു വിട്ടതിനെയൊക്കെ മാറ്റിക്കളയാനും രുചിയില്ല എന്ന് പറയുന്ന ലോകത്തിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നവന്റെ, കിട്ടാത്തവന്റെ വേദന മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആഴത്തിൽ ഇത് പറഞ്ഞാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇത് അതിലും ഏറെ ആഴത്തിൽ പതിയുകയുള്ളൂ. അടിച്ചമർത്തപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന നവോത്ഥാന നേതാക്കളെ കുറിച്ച് നമുക്കൊരു PPT പ്രസന്റേഷൻ പറയാം. ഒരിക്കലും നമ്മളല്ല പറയേണ്ടത്, അവർ കണ്ടെത്തി കൊണ്ടുവരട്ടെ.
കണ്ടെത്തിക്കൊണ്ട് വന്ന് ക്ലാസ്സിൽ പറയുമ്പോഴെങ്കിലും അന്നത്തെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് വ്യക്തമാവുമല്ലോ. ഒരുപക്ഷെ ഇതിനെല്ലാം അവരെ ആശ്രയിക്കുക ChatGPT ആയിരിക്കും. ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ ഈ ചിന്ത കടന്നു പോകും എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. ഇനി സംഘഗാന രചന പറയാം. സംഘഗാന രചന നമുക്ക് കുട്ടികൾക്ക് സമത്വത്തിന്റെ പാട്ടുകൾ എഴുതട്ടെ, അവർ കൂട്ടായി അവതരിപ്പിക്കട്ടെ. അന്നത്തെ കാലത്തെ ആ സമൂഹത്തിന് വേണ്ടി പോരാടിയ ആൾക്കാർ, ആ ദേശാഭിമാനികളുടെ അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കളുടെ ആ പോരടിക്കുന്ന ഗാനങ്ങൾ വീണ്ടും മുന്നോട്ട് വരട്ടെ. അതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു അഗാധമായ തലത്തെക്കുറിച്ച് എത്തിച്ചേരാൻ നമ്മൾക്ക് ഓരോ അധ്യാപകർക്കും കഴിയട്ടെ. ഇനി നമുക്ക് വീണ്ടും അടുത്ത പ്രകൃതിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. പുളിമാവ് വെട്ടി. പുളിമാവ് വെട്ടി ഒരുപക്ഷെ കുട്ടികൾ വളരെ ലാഘവത്തോടു കൂടിയായിരിക്കും പാഠത്തിൽ ഇരിക്കുന്നുണ്ടാവുക, പഠിപ്പിക്കുന്ന കേൾക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ കുട്ടികൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഈ പാഠത്തെ അവർക്ക് നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? COVID-19 സംഭാവന ചെയ്ത വലിയൊരു കാര്യമുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനം സ്കൂളിൽ വളരെയധികം ഗംഭീരമായി ആഘോഷിക്കുക എന്നുള്ളത്. കാരണം വീടുകളിലായിരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഒരു ചെടി നട്ടതിന് ശേഷം ഫോട്ടോഗ്രാഫ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുകയും ലൈക്ക് വാങ്ങുകയും ചെയ്ത കാലം അതായിരുന്നു COVID-19. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, അത് ഒരു 5 പരിസ്ഥിതി ദിനത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന 9ാം തരത്തിലുള്ള കുട്ടികൾ LKG മുതൽ എത്ര ചെടി നട്ടിട്ടുണ്ടായിരിക്കും? എത്ര മരങ്ങളും ചെടികളും നട്ടിട്ടുണ്ട് എങ്കിൽ അവയിൽ എന്തെല്ലാം വളർന്ന് വികസിച്ച് ഇന്ന് സമൂഹത്തിൽ പച്ചപ്പായിരിക്കില്ലേ? എല്ലാ നേതാക്കളും ഫോട്ടോയ്ക്ക് വേണ്ടി പുറത്തു നൽകുന്ന ചെടികളെക്കാൾ ഉപരി കുട്ടികൾ നട്ട ചെടികളൊക്കെ എവിടെ പോയി? അപ്പോ അതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയണം. കവിയെ പരിചയപ്പെടുത്താം, ഇടശ്ശേരിയെ കുറിച്ച് ശക്തിയുടെ കവിയായി പരിചയപ്പെടുത്താം, കാവ്യ ഭംഗി പറയാം, സവിശേഷ പ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കാം, കവികൽപ്പനകളും വാഗ്മീയ ചിത്രങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. ഇതിന്റെ കാലിക പ്രസക്തി നിർബന്ധമായി നമുക്ക് അവതരിപ്പിക്കാം. ആധുനിക മനുഷ്യന്റെ മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് പറയാം. കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ആർട്ട് ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ കവിതയിലൂടെ കവി പകർന്നു തരുന്ന മൂല്യങ്ങൾ എന്തെല്ലാമാണ്? പുളിമാവ് വെട്ടി എന്ന കവിത പഠനത്തിന് ശേഷം നിങ്ങളുടെ മനോഭാവത്തിലുണ്ടായ വ്യതിയാനം. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഈ മരം വെട്ടിക്കഴിയുമ്പോൾ, പുളിമാവ് വെട്ടിക്കഴിയുമ്പോൾ തന്റെ ആവാസ സ്ഥലം നഷ്ടപ്പെട്ടു പോയ പറവകളെ കുറിച്ച് കവിതകൾ പറയുന്നുണ്ട്. കുട്ടികൾക്ക് അത് മനസ്സിലാവാൻ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ വീട് ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് വീടില്ല ഇവിടെ, ഇറങ്ങി പൊക്കോളൂ എന്ന് നമ്മളോട് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഒരു നിമിഷം പറഞ്ഞാൽ മതി. ആ നിമിഷം കൊണ്ട് അവർ ആ കിളികൾ അതായത് സ്വന്തം കൂട് വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഓരോ കൊമ്പുകളും ചില്ലകളും കൊണ്ടുവച്ച് ഒരുക്കിയ കൂട്ടിൽ നിന്ന് നിലത്തെറിയപ്പെട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ താഴെ വീണ് ചതഞ്ഞരയപ്പെട്ട് ഓരോ മുട്ടകളും പൊട്ടിച്ചിതറപ്പെട്ട ആ ഒരവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ വളരെ നിഷ്പ്രയാസം കഴിയും. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നാളെ ഒരു മരം വെട്ടുമ്പോൾ ഉള്ളു നോവുകയുള്ളൂ. അങ്ങനെ ഒരു നോവൽ അവർക്ക് കൊടുക്കണം നമ്മൾ. അങ്ങനെ മനസ്സിലാക്കാൻ ലൈഫ് എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ ആഴത്തിൽ പതിയുകയുള്ളൂ. കലാസംയോജിത പ്രവർത്തനങ്ങളായി നമുക്ക് പെരുകുന്ന കെട്ടിടങ്ങളും ചുരുങ്ങുന്ന മരങ്ങളും എന്നതിനെ കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. മുദ്രാവാക്യ രചനയൊന്നും ഒരിക്കലും വീട്ടിലേക്ക് ഒരു ഗൃഹപാഠമായി കൊടുത്തയക്കരുത്. തീർച്ചയായിട്ടും അവർ ChatGPT നിന്നൊക്കെ സുന്ദരമായ പദങ്ങൾ കൊണ്ടുവരും. അവർ ക്ലാസിന്റെ ഉള്ളിൽ നിന്ന് എഴുതട്ടെ, അറിയാവുന്നത് എഴുതട്ടെ, തെറ്റിൽ നിന്ന് പഠിക്കട്ടെ. മുദ്രാവാക്യ രചനയൊക്കെ തീർച്ചയായും ക്ലാസ്സിലെ പ്രവർത്തനങ്ങളായിട്ട് തന്നെ നൽകുക. സംഭാഷണം തയ്യാറാക്കാം. മുറിഞ്ഞു വീണ മരവും നിങ്ങളും തമ്മിൽ നടത്താനിടയുള്ള സംഭാഷണം പറയട്ടെ. മുറിഞ്ഞു വീണ മരത്തിന് ഒരുപാട് കഥ പറയാനുണ്ടാവും. അത് കേൾക്കുന്ന കുഞ്ഞിന് ആശ്വസിപ്പിക്കാനും പറ്റുമെങ്കിൽ ഒരു പ്രകൃതി സംരക്ഷണ പാഠം നമ്മൾ ഇതിലൂടെ പകർന്നു കൊടുത്തു കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ഇനി നമുക്ക് തരിശായ നിലങ്ങളിലേക്ക് പോവാം. ഒരു മരം വെട്ടിയിട്ടേ ഉള്ളൂ, പക്ഷെ ഇവിടെ തരിശാണ് നിലത്ത് ഒന്നുമില്ല. കാർഷിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മറന്നുപോയ മനുഷ്യൻ, കാർഷിക വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയ മനുഷ്യൻ തരിശ് നിലങ്ങളായി മാറിയിരിക്കുന്ന അവസ്ഥ. കുട്ടനാടും കേരളത്തിലെ സമ്പൽ സമൃദ്ധമായ വയലേലകളും ഇന്ന് ഓണത്തിന്റെ കോസ്റ്റ്യൂം അണിഞ്ഞ് പോയി നിന്ന് ഫോട്ടോ എടുക്കാനുള്ള വളരെ ചെറിയ സ്ഥലങ്ങളായി മാറുമ്പോൾ കുട്ടികൾക്ക് അതല്ല വയലേലകൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അന്യ സംസ്ഥാനങ്ങൾ പാടങ്ങളെല്ലാം നികത്തപ്പെട്ട ബഹുനില കെട്ടിടങ്ങൾ പണിത് പകരം അന്യ സംസ്ഥാനത്തിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്ത് അത് 3 നേരം കഴിക്കുന്ന നമുക്കൊരിക്കലും കാർഷിക സമ്പദ് വ്യവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് വിശദമാക്കി കൊടുക്കാൻ കഴിയണം.
പാടത്ത് വിയർക്കുന്ന ഓരോ തുള്ളി വിയർപ്പുമാണ് മക്കളെ നമ്മുടെ ഭക്ഷണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് കഴിയാൻ ഈ തരിശു നിലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരണം. കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ ഭൂമി സർവവും മരുഭൂമി എന്ന് പറഞ്ഞ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ വരികൾ ആഴത്തിലേക്ക് പതിപ്പിക്കാം. ഇങ്ങനത്തെ സമാനമായ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ട് തരിശു നിലങ്ങളിലേക്ക് എത്തുന്ന കർഷകർ വിളയിക്കുന്ന പൊന്നു വിളയിക്കുന്ന പാടങ്ങളെ കുറിച്ച്, തരിശായ നിലങ്ങളിൽ വീണ്ടും വീണ്ടും കാർഷിക സംസ്കാരം ഉടലെടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. മലയാള കവിതയിലെ അരുണ ദശകങ്ങളിലെ കവികളിൽ പ്രമുഖൻ. അരുണ ദശകം നമുക്ക് തീർച്ചയായും അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് കുമാരനാശാന്റെ ആധുനിക കവിത്രയങ്ങൾക്ക് ശേഷം അരുണ ദശകങ്ങൾ ചുവപ്പിന്റെ ദശകങ്ങളാണ്. കാരണം മാർക്സിസവും കമ്മ്യൂണിസവും ഒക്കെ കടന്നുവരവിൽ ഉണ്ടായിരുന്നതിൽ എടുത്തു പറയേണ്ട കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. തിരുനെല്ലൂർ കരുണാകരന്റെ കൃതികള് കർഷകരുടെ അധ്വാനത്തിന്റെ മഹത്വം, സമാനാശയമുള്ള വരികളുമായ താരതമ്യം, സവിശേഷ പ്രയോഗങ്ങൾ, മുതലാളിത്തത്തിന്റെ കടന്നുവരവിൽ വന്ധ്യകളായ വയലേലകൾ, കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയുടെ സംസ്കൃത പരിഭാഷ. അത് പറയാൻ എളുപ്പമാണ്, നമ്മൾ സുഹൃതഹാരങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചണ്ടാല ഭിക്ഷുകി കുട്ടികൾക്ക് അറിയാം. അത് സംസ്കൃത പരിഭാഷ നടത്തിയത് തിരുനെല്ലൂർ കരുണാകരനാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോന്നും ചേർത്ത് വെച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കലാസംയോജിത ടീച്ചറെ പറയൂ സർ. സംസ്കൃതത്തിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതും കൂടി സൂചിപ്പിക്കുന്നത് നല്ലതാണ് എപ്പോഴും. തീർച്ചയായും ശാകുന്തളൊക്കെ അത്ര സിമ്പിൾ ആയിട്ടാണ് അതും കൂടി കേട്ടോ. ഓക്കെ കണ്ടിന്യൂ മാം. ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ല, ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങൾ. കവിതയുടെ സന്ദേശം നമ്മുടെ ആധുനിക കാലത്തെ കൃഷിഭൂമിയുടെ ഉപയോഗം സംബന്ധിച്ച പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കുക. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമായി മാറ്റാൻ സാധിക്കും. നിർദ്ദേശങ്ങൾ അവർ പങ്കുവെക്കട്ടെ. തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികൾക്ക് അധ്വാനത്തോടുള്ള മനോഭാവം കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? അധ്വാനിക്കാൻ വളരെ മടിയുള്ള സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളോട് എന്താവണം എന്ന് ആഗ്രഹിച്ചാൽ ഒരാളും കർഷകനാവണം എന്ന് പറയില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൌണിൽ ഇരുന്ന സമയത്ത് വീട്ടിലെ പയറും ചെറുപയറും മാത്രമല്ല കടല വരെ മുളപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ. കാരണം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കർഷകരാകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കാർഷിക സമ്പത്ത് അല്ലെങ്കിൽ കാർഷിക വൃത്തി ഇല്ല എന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷിക്കും എന്നതേക്കുറിച്ചും കുട്ടികൾ ചിന്തിക്കട്ടെ. ചിത്രരചന, കൊളാഷ്, ഫോട്ടോഗ്രഫി മത്സരം എന്ന് പറയുന്നത് കുട്ടികൾ വരുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ അല്ലെങ്കിൽ അവരുടെ വീടിന്റെ പരിസരങ്ങളിൽ തരിശായ നിലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന കൃഷിയോഗ്യമായ സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ അവർ ഫോട്ടോഗ്രാഫി എടുക്കട്ടെ. എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് അവരൊരു അടിക്കുറിപ്പ് സഹിതം നമ്മുടെ ക്ലാസ്സിൽ മികച്ച ഫോട്ടോകളുടെ പ്രദർശനം നടത്താം. അതൊക്കെ വളരെ ലളിതമായ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെങ്കിലും വളരെ ആഴത്തിലുള്ള അവലോകനം ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് എന്തെല്ലാം കിട്ടി എന്നൊരു അവലോകനം നടത്താൻ, ഒരു വിലയിരുത്തൽ നടത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് സഹായകമാകും. നമുക്ക് പാഠങ്ങൾ ഇനിയുണ്ട്. സമയം വളരെ അതിക്രമിക്കുന്നത് കാരണം നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോവാണ്. ഇനി ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കൃഷിഭൂമിയെ തരിശുനിലമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്നാ നേരെ നമുക്ക് ഭക്ഷണത്തിലേക്ക് നേരെ ഒരു യാത്ര പോകാം. അല്പമല്ല ഭുജിക്കുന്നു, ശരിയല്ലേ? അമിത ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരം. പണ്ടെത്രയോ കാലം മുമ്പ് ഇന്നത്തെ ഡയറ്റീഷ്യനൊക്കെ പറയുന്നതിന് മുമ്പ് പറഞ്ഞു അല്ലെ, പ്രാതൽ എന്തുപോലെയാണ്? രാജാവിനെ പോലെയാണ്. ഉച്ചഭക്ഷണം മന്ത്രിയെ പോലെയും അത്താഴം എന്താണ്? യാചകനെ പോലെയുമാണ്. ഇന്നത് വളരെ വലിയ കണ്ടുപിടുത്തമായി ഡയറ്റ് ചെയ്യുന്നവർ നമുക്ക് പറഞ്ഞു തരുന്നു. വളരെ ഭംഗിയായി രാവിലെ ഭക്ഷണം കഴിക്കണമെന്നോ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കണമെന്നോ വൈകിട്ട് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഴമക്കാർ നമുക്ക് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ എങ്ങനെയാണ് ചില സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇഷ്ടമുള്ളത് വാരി വലിച്ചു തിന്നുക. അതിന് അതിനൊരു മാറ്റവുമില്ല. അത് ഇഷ്ടമുള്ളതിനെയാണ്. അത് വേണ്ട എന്ന് പറഞ്ഞാലും അത് വീണ്ടും 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 കഴിക്കാനൊരു പ്രവണതയാണ്. സദ്യക്ക് പോയി സദ്യയെല്ലാം കഴിച്ച് 3 തരം പായസം മുന്നിൽ വിളമ്പുമ്പോൾ ഓരോ ഗ്ലാസ് കുടിക്കുമ്പോഴും കുറച്ച് മതി എന്ന് വിചാരിച്ചാലും 3 ഗ്ലാസും കുടിക്കണ്ടേ എന്ന് ആലോചിച്ച് ഇവിടം വരെ കഴിക്കുന്ന നമ്മളെ നോക്കിയും കൂടിയാണ് കുഞ്ചൻ നമ്പ്യാര് പറയുന്നത്. എങ്ങനെയാണ്? കഴുത്തോളം എത്തിയാലും മതിയാവില്ല, അല്പമല്ല ഭുജിക്കുന്നു. പ്രാചീന കവിത്രയത്തെ നമുക്ക് പരിചയപ്പെടാം, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ പരിചയപ്പെടാം, തുള്ളൽ പ്രസ്ഥാനത്തെ പരിചയപ്പെടാം. അതുപോലെ തന്നെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയണം. അതുപോലെ ഇന്ദ്രസേനയെ കുറിച്ച് ആ കഥ പറഞ്ഞാൽ കുറച്ചുകൂടി രസകരമായിരിക്കും. പിന്നീട് നമുക്ക് പാഞ്ചാലി സ്വയംവരത്തിലേക്ക് വരാം. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളുടെ കേരളീയത പറയാൻ മറക്കരുത്. കാരണം ഏതെല്ലാം പുരാണ കൃതികളെ കുറിച്ച് നമ്മൾ പരാമർശിച്ചാലും അത് നമ്മുടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലോ നമ്മുടെ തൊട്ടടുത്തോ നടക്കുന്നതായി കേരളീയത കൊണ്ടുവരുന്നത് തീർച്ചയായും കുട്ടികളിലേക്ക് എത്തിക്കണം. പിന്നെ
യൂണിറ്റിലെ പ്രവേശക ചിത്രം, അത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ പ്രവേശക ചിത്രം നമ്മുടെ പുസ്തകത്തിൽ നിന്ന് എന്തായാലും പറയണം, കാരണം അതൊരു കൊളാഷാണ്. ആ കൊളാഷിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു മൺപാത്രത്തിൽ വിറകടുപ്പിൽ വേവുന്ന എന്തോ അടച്ചു വെച്ചിരിക്കും. അത് നമ്മുടെ പഴയ അടുക്കളയായിരുന്നു. തൊട്ടിപ്പുറത്ത് ആ ചിത്രത്തോട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന പലഹാരങ്ങളാണ്, നമ്മുടെ ചായക്കടകൾ രൂപം കൊണ്ടു. പിന്നെ അടുത്തായി കാണിക്കുന്നത് അവസാനത്തേക്ക് ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സൊമാറ്റോയും സ്വിഗ്ഗിയിലാണ്. ഈ ഒരു കൊളാഷിൽ നിന്നുകൊണ്ട് തന്നെ ഈ പാഠത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് 2 പാഠങ്ങൾ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും. കാരണം കുട്ടികൾക്ക് ആദ്യത്തെ 2 ചിത്രങ്ങളെ കുറിച്ച് അത്ര പരിചയമില്ലെങ്കിലും അവസാനത്തെ ചിത്രം അവർക്ക് വളരെ ഏറെ പരിചിതമായിരിക്കും. ഭക്ഷണ സംസ്കാരത്തിന്റെ ചരിത്രവും വർത്തമാനവും നമുക്ക് അത്തരത്തിൽ പരിചയപ്പെടുത്താം. കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ കുഞ്ചൻ നമ്പ്യാർ ആണെന്ന് സങ്കല്പിച്ചാൽ ഏത് സാമൂഹ്യ പ്രശ്നത്തെ കുറിച്ചാണ് കവിത രചിക്കുക എന്ന് ചോദിച്ചാൽ കുട്ടികൾ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. മലയാളിയുടെ പഴയ ആഹാര രീതിയോടുള്ള നിങ്ങളുടെ സമീപനം ചോദിക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ സദ്യയെക്കുറിച്ച്, നാടൻ ഭക്ഷണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. കാരണം പുളിശ്ശേരിയും ഉപ്പേരിയും അതുപോലെ നാരങ്ങാക്കറിയും ഇഞ്ചിക്കറിയും പ്രഥമനും അങ്ങനെ ഇത് പച്ചടിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജങ്ക് ഫുഡും അല്ലെ, ഒരു ഫാസ്റ്റ് ഫുഡിനെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന സദ്യക്ക് വിളമ്പുന്ന സാധാരണ ഭക്ഷണത്തെ കുറിച്ചാണ്. അതോടുള്ള മലയാളിയുടെ ഭക്ഷണ രീതികളുടെ സമീപനം, അതോടൊപ്പം അമിതമായ ഭക്ഷണ രീതിയെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. സ്വന്തം ഭക്ഷണശീലത്തിലെ ചാർട്ട് തയ്യാറാക്കാൻ പറയാം. അത് നമുക്ക് അവരറിയാതെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ട് തന്നെ ഇത് ചെയ്യാം. ഭക്ഷ്യമേളകൾ, നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേളകൾ നടത്താം. തൊട്ടടുത്ത പാഠവും ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ഇതേ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. പഴഞ്ചൊല്ലുകളുടെ ശേഖരണവും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അത്താഴം, അത്തിപ്പഴത്തോളം ഒക്കെ നമുക്ക് ആ സമയത്ത് ഒന്ന് കൂട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്കും നമ്മുടെ അധ്യാപകർ പറഞ്ഞു തന്ന് നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ കിട്ടുള്ളൂ. ഈ പാഠത്തോട് ചേർന്ന് തന്നെ നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു പാഠമാണ് ഭക്ഷണവും ആരോഗ്യവും. പാഠത്തിന്റെ തലക്കെട്ടിൽ പറയുന്നത് പോലെ തന്നെ ഭക്ഷണവും ആരോഗ്യവും വളരെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്നത് വിവർത്തന കൃതി തന്നെയാണ്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ MP പരമേശ്വരന്റെ പേരും അതുപോലെ ഹെലേന നോർബർഗിന്റെ പേരും മാത്രമേ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൽ ചേർത്തിട്ടുണ്ട് അവർ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഹെലേന നോർബർഗ്, റോഡ് മെറിഫീൽഡ്, സ്റ്റീവൻ ഗൊറോലിക് ഇവർ 3 പേർ ചേർന്ന് എഴുതിയ പുസ്തകത്തെ ഇവർ 3 പേരും എഴുതിയ കൃതിയുടെ പരിഭാഷ മലയാളത്തിലേക്ക് തന്നിരിക്കുന്നത് ശ്രീ MP പരമേശ്വരനും KK കൃഷ്ണകുമാറും ആശയും ചേർന്നിട്ടാണ്. അതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം പുസ്തകത്തിൽ ഇവരുടെ 2 പേരുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. എഴുത്തുകാരനെ നമുക്ക് പരിചയപ്പെടാം. ചികിത്സാ വ്യവസായ ഉപഭോക്താക്കളും ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം, ജീവിതശൈലി രോഗങ്ങൾ. ഇതിനെക്കുറിച്ച് കൃത്യമായി കുട്ടികൾ ഇന്ന് ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അവിടെ ഈ പണ്ടത്തെ കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ ഒരുമിച്ച് നടക്കുന്നതും തൊട്ടപ്പുറത്ത് ബർഗർ വന്ന് ഉന്തിയിടുന്നതുമായുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ പുസ്തകത്തെ ഈ പാഠത്തോടനുബന്ധിച്ച് ഒരു ചക്കയുടെ പടം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആർട്ട് ഇന്റഗ്രേറ്റഡ് ആക്ടിവിറ്റി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിനോട് ചേർന്നിട്ടാണല്ലോ. ഛത്തീസ്ഗഡില് അവിടെ ഫലമായി പറയുന്നത് ചക്കയാണ്. കേരളത്തിലാണെങ്കിലോ സുലഭമായി കിട്ടുന്നതും ചക്ക. ഒരു കാര്യം, നാടൻ ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ച്, പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചാണ് പാഠം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ COVID-19 കാലത്ത് നമ്മുടെ മുറ്റത്തൊരു മാങ്ങയും ചീഞ്ഞു പോയില്ല. നമ്മുടെ മുറ്റത്ത് പ്ലാവിന്റെ ചുവട്ടിൽ ഒരു ചക്കയും വീണഴുകിയില്ല. ഒരു പലഹാരങ്ങളും നമ്മൾ കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങിയില്ല. നമുക്ക് ആരോഗ്യം ആലോചിച്ച് നോക്കി, നമ്മൾ ആശുപത്രിയിൽ പോയില്ല. ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പ്രാദേശിക വിഭവങ്ങൾ നമുക്ക് മുന്നിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കടയിൽ പോയി ഭക്ഷണം വാങ്ങിക്കാം എന്നുള്ളത് പഴയ തലമുറ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. കാശ് കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കുമോ എന്ന് ചിന്തിച്ചൊരു തലമുറ നമുക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോയി അതിന്റെ ഏറ്റവും അറ്റത്തെ പടിയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന് പകരം എവിടേക്ക് പോകുന്നത്? ചികിത്സാ വ്യവസായങ്ങളുടെ ആ ആഗോള കമ്പോളത്തിലേക്കും പോകുന്നത്. അതേക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ കൊടുക്കാം. കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളായി ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളാക്കി മാറ്റുന്നത്? സ്വന്തം അനുഭവത്തോടു കൂടി പരിശോധിക്കാം. പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്പാദനവും സംസ്കരണവും വർദ്ധിക്കുന്നത് വഴി നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കാം? കലാസംയോജിത പ്രവർത്തനങ്ങളായി പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ സചിത്ര ശേഖരണം, കാൽനൂറ്റാണ്ടിനിടെ മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ വന്നുപോയ മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലം എന്നിവയും നമുക്ക് പ്രസംഗം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ കൊടുക്കുന്നത്. ഇനി ചിരിയുടെ അരങ്ങേറ്റം. ദയ നമുക്ക് 3 പാഠങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ബന്ധിതമായി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് പോവാം. ചിരിയുടെ അരങ്ങേറ്റം. ചിരിയുടെ അരങ്ങേറ്റം ചാർലി ചാപ്ലിനാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ചാർലി ചാപ്ലിന്റെ ഏതെങ്കിലും ഒരു സിനിമയെ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പാഠത്തിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ ഭംഗിയായി കുട്ടികൾ ആ കാര്യങ്ങളെ കാണും. നമുക്ക് അങ്ങനെ കാണിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ദ ലയൺ കേജ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ദ ലയൺ കേജ് കൂട്ടില് സിംഹത്തോടൊപ്പം ചെന്ന് കയറി നിന്നിട്ട് സിംഹത്തെ പേടിച്ചു നിൽക്കുന്ന ഭാവവും ആ നിശബ്ദമായ അവതരണത്തിലൂടെ അവസാനം ധൈര്യം സംഭരിച്ചു നിൽക്കുന്നതും സിംഹം പേടിപ്പിക്കുമ്പോൾ ഇറങ്ങി ഓടുന്നതും കാണിക്കുന്ന ചാർലി ചാപ്ലിനെ നമുക്ക് ആത്മവിശ്വാസത്തിന് പ്രതീകമായി കാണാം. തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെയേറെ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് നിന്നും തന്റെ ജീവിതത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് വന്ന അമ്മയ്ക്ക് ശബ്ദം നഷ്ടപ്പെടുമ്പോൾ അരങ്ങിൽ വളരെ ചെറിയ പ്രായത്തിൽ കയറുന്ന ചാർലി ചാപ്ലിൻ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് കരഞ്ഞ വലിയൊരു കലാകാരനാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാവാനായി പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പാഠമാണ് ചിരിയുടെ അരങ്ങേറ്റം. ചിരിക്കുന്ന എല്ലാവരും ഉള്ളിൽ കരയുന്നുണ്ടാകണം എന്നില്ല, പക്ഷേ ചിരിക്കുന്ന പലരും ഉള്ളിൽ കരയുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരത് അതിജീവിച്ചതിന്റെ തെളിവാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായി ഈ പാഠം നമുക്ക് ഉപകരിക്കും. എഴുത്തുകാരിയായ സ്മിത മീനാക്ഷിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താം. 20ഓളം കൃതികളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. വിവർത്തന കൃതികള് ചാർലി ചാപ്ലിന്റെ സിനിമകൾ, പ്രതിസന്ധികളെ നേരിടാനുള്ള ആത്മവിശ്വാസം, നിശബ്ദമായ പ്രചോദനമാകുന്നവർ. അത് ശരിക്കും ബഹളം വെക്കണം എന്നൊന്നും നിർബന്ധമില്ല അല്ലെ. പലരും പ്രചോദനമായി ജീവിതത്തിലേക്ക് ആഴത്തിൽ പതിയാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു വലിയൊരു മൂല്യം ആണ് നമുക്ക് ചാർലി ചാപ്ലിൻ തന്റെ സിനിമയിലൂടെ നമുക്ക് തരുന്നത്. ഇനി കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് പോവുകയാണെങ്കിൽ, ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുള്ളപ്പോഴും അത്തരം അനുഭവങ്ങളെ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിന്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നു. ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിട്ട് വിജയിക്കുമ്പോഴാണ് ആഹ്ലാദമുണ്ടാകുന്നത് എന്ന് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയോട് പ്രതികരിക്കുക. കലാസംയോജിത പ്രവർത്തനങ്ങളായി നമുക്ക് ഇതുപോലെ രസകരമായ കാർട്ടൂണുകൾ ചെയ്യാം. ചിരിയിലൂടെ ലോകത്തെ മാറ്റിയവരെ കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. മാസ്ക്, കുട്ടികളെ കുറിച്ച് ഇമോഷൻസ്, അവരുടെ വികാരങ്ങളുടെ മാസ്കുകൾ ഇടാം. ചിരിയും കരച്ചിലും എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഒരു രസകരമായ പ്രവർത്തനം ചെയ്യാം. ചാർലി ചാപ്ലിന്റെ ജീവിതം തന്നെ നമുക്കൊരു PPT ആയിട്ട് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. ഇവിടെ അതോട് ചേർത്ത് ചാർലി ചാപ്ലിന്റെ സിനിമകളെ പറയുന്നതോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് MD വാസുദേവൻ നായരുടെ ദയയിലേക്ക് എത്താം. ദയ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കമലാസുരയെയും മാധവിക്കുട്ടിയും പറഞ്ഞ പോലെ തന്നെ ദയയിലെ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത്, ആ ഒരു പ്രധാന റോള് കൈകാര്യം ചെയ്തത് മഞ്ജു വാര്യർ തന്നെയാണ്. രണ്ടും നമുക്ക് ഈ പാഠത്തിൽ തന്നെയാണ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അത് ബന്ധപ്പെടുത്താനും വളരെ എളുപ്പമായിരിക്കും, കുട്ടികൾക്കും വളരെ പരിചിതമാണ്. MDയുടെ തിരക്കഥകൾ എന്തായാലും നമ്മൾ പരിചയപ്പെടുത്തണം. അവർ കണ്ട സിനിമകളും അതുപോലെ പഴശ്ശിരാജയും അതുപോലെ വടക്കൻ വീരഗാഥയും ഒക്കെ നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. പുരസ്കാരങ്ങൾ പറയണം. അതുപോലെ 1001 രാവുകളിൽ നിന്നാണ് ഈ കഥ ഉണ്ടാവുന്നതെന്നും അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നതും എന്നത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന പെൺകുട്ടി ജീവിത നൈപുണികളെ ഫലപ്രദമാക്കാമെന്ന് കൊടുക്കുമ്പോഴും തന്റെ യജമാനന്റെ സങ്കടത്തിൽ ഇട്ടിട്ട് പോകാത്ത അടിമയായി കൂടെ പോകുന്ന ആ പെൺകുട്ടിയെ കുറിച്ചാണ് നമുക്ക് കുട്ടികൾക്ക് മൂല്യബോധം കൊടുക്കേണ്ടത്. പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴും ഇട്ടിട്ട് ഓടുന്നവരെയാണ് നമ്മൾ കാണുന്നത്. കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവും അല്ലെ. കരയുമ്പോഴോ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, നമ്മുടെ നിഴലുണ്ടാവും എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ദയയിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെയല്ല. തന്റെ യജമാനന്റെ ആ പതനത്തിന്റെ ഉള്ളില് കൂടെ നിന്ന് യജമാനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു അടിമയുടെ വേഷം കെട്ടുന്ന ക്യാരക്ടറിനെ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് ഒരു പ്രചോദനമായി പഠിപ്പിക്കാം. കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങൾ: ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണിയിലും ലിംഗവ്യത്യാസമില്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയായി വേഷം കെട്ടേണ്ടി വരുന്ന അവസ്ഥ അവിടെ വരുന്നത് അവർക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട യജമാനെ ഉപേക്ഷിക്കാതെ അടിമയാകുന്ന ദയ. ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം കഥാപാത്രങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമോ? കഥാപാത്രം വേണ്ട, ഇത്തരം വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അത് നമുക്ക് ചോദിക്കാം. കലാസംയോജിത പ്രവർത്തനമായി പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അത്തരത്തിലുള്ളവരെ കണ്ടുമുട്ടി നമുക്ക് അഭിമുഖം തയ്യാറാക്കാം. ഹ്രസ്വചിത്രം, ഒരു തിരക്കഥ, അത് രസകരമായി ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും സിനിമകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ ഒരു തിരക്കഥയും അതിൻ്റെ ഒരു ആവിഷ്കാരവും കുട്ടികൾ ചെയ്യുവാണെങ്കിൽ മലയാളം അധ്യാപകരായ നമ്മൾ തന്നെ വേണം അത് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്താനായിട്ട്. ഇനി അവസാന പാഠത്തിലേക്ക് എത്താം. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ഒരക്ഷരത്തിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം PPT ചെയ്യുമ്പോൾ വന്നിരുന്ന ഒരു മിസ്റ്റേക്കാണ്. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. ഒരു കാ കാണാനില്ല. MR രേണുകുമാർ ആണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുന്നതോടൊപ്പം പൊയ്കയിൽ അപ്പച്ചന്റെ ആ വരികളൊന്ന് പറയണം.
കാരണം അതിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമായ മറുപടിയായിട്ട് വേണം ഈ പാഠത്തെ നമുക്ക് കാണാം. കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശങ്ങൾ തൻ ചരിത്രങ്ങൾ എന്ന് പറയുന്ന പൊയ്കയിൽ അപ്പച്ചന്റെ വരികൾക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ എം.ആർ. രേണുകുമാർ കൊടുക്കുന്ന ഒരു മറുപടിയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. കാരണം ഈ ഒരു സംസ്കാരത്തിന്റെ നവോത്ഥാനം ആരൊക്കെ അടിച്ചമർത്തിയാലും ഉയർന്നു വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ നാൾവഴിയിലൂടെ തന്നെയാണെന്നും അടിച്ചമർത്തപ്പെട്ടവരിൽ നിന്ന് നവോത്ഥാനം ഉണ്ടാകുന്നതിന് വിദ്യാഭ്യാസം എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ടെന്നും ഈ കൃതിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ചിത്രകാരനാണ് അദ്ദേഹം, പരിഭാഷകനാണ്, കവിയാണ്. ഈ പഠിക്കുന്ന കവിത നമുക്ക് ഈ കൊതിയൻ എന്ന് പറയുന്ന കവിത കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എന്തായാലും പറയാം. ഈ വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന കൃതി രേണുകുമാറിനെ നമുക്ക് ഈ കവിതയിൽ കാണാനായിട്ട് കഴിയും. പിന്നെ വായിച്ചുപോയ ചരിത്രത്തിലൊന്നും കണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വായിച്ചുപോയ ചരിത്രത്തിൽ ഉപരി ദളിത് പ്രസ്ഥാനത്തിൽ വന്ന സമൂഹത്തിലെ മുന്നേറ്റം, അവരുടെ വിദ്യാഭ്യാസ രീതിക്ക് വന്ന മുന്നേറ്റം ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇപ്പോഴും സാംസ്കാരിക തലത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിൽ ചർച്ചയ്ക്ക് വിഷയമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഇപ്പോഴും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നതാണ്. സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ്. ഇതിലൂടെ എത്തി വിദ്യാഭ്യാസത്തിന് തന്നെ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനത്തെ പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ബന്ധിതമായി അവസാനിപ്പിച്ചു എന്ന് കരുതുന്നു സർ. അതിന്റെ അതും കൂടി നോക്കണ്ട, അതില്ലേ ടീച്ചറെ? ഇത് സാറേ ഈ ലെസന്റെയും കൂടി മറ്റേ സോറി സാർ, അതുണ്ടായിരുന്നു. ഓക്കെ സാർ, ഞാനതാണ്. തീർച്ചയായും കഴിവ് തെളിയിക്കുന്ന ചോദ്യങ്ങളായി ഇതിലും കൊടുത്തിരിക്കുന്ന നമ്മൾ പാഠഭാഗത്തെ പ്രയോഗങ്ങൾ സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ നമ്മൾ ഇന്ന് കാണുന്നുണ്ടോ എന്ന് തീർച്ചയായും കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിൽ പല രൂപത്തിൽ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും പഴയ കാലത്തെ പിന്നിൽ വെച്ച് നോക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ ഇന്നത്തെ ആ ഒരു അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. കലാസംയോജിത പ്രവർത്തനങ്ങളായി നമുക്ക് കേരളീയ നവോത്ഥാനവും സാമൂഹ്യനീതിയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ തന്നെ സംഘടിപ്പിക്കണം. കാരണം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞു. അതൊരു സെമിനാർ ചർച്ചയ്ക്കുപരി ഒരു സെമിനാറിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളും നവോത്ഥാന നായകരെ കുറിച്ചുള്ള ഒരു PPT തയ്യാറാക്കുന്നതോടുകൂടി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട കലാസംയോജിത പ്രവർത്തനങ്ങൾ നടത്താനായി സാധിക്കും. താങ്ക് യു സർ. ടീച്ചർ സലാം സാറോടില്ലേ? സലാം സാറ് ചിലപ്പോ പള്ളിയിൽ പോയിട്ടുണ്ടാവും. അതെ ടീച്ചറെ, കാരണം എനിക്കറിയാം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ 10 ലെസൺസ് ആണ്. സ്വാഭാവികമായിട്ടും അത് കുറച്ച് വേഗത്തിൽ ഓടേണ്ടി വരും. ആ ഒരു വെല്ലുവിളി വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പുതിയ ലെസൺസ് ആണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സുഹൃതഹാരങ്ങൾ, അതേപോലെ അമ്മ, അങ്ങനെ ചിലതൊക്കെ ചിലപ്പോ മുമ്പ് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ 2 എനിക്കുള്ള ലെസൺസ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഈ ലെസൺസില് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പൊ ഭക്ഷണം, ആരോഗ്യം, അതേപോലെ ഈ അരുവിപ്പുറത്തു നിന്നുള്ള സന്ദേശം, ഇങ്ങനത്തെ ഒക്കെ ലെസൺസിന്റെ ഒരു പ്രശ്നം മെയിൻ സ്ട്രീം ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. കാരണം അത് ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന അത്തരത്തിലുള്ള അതേപോലെ തന്നെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങളും. കാരണം അതും നമ്മുടെ ചിരപരിചിതമായ ഈ എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. തിരുനെല്ലൂരാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വന്നിട്ടുള്ളൂ. വരേണ്ട ഒരാളാണ് അല്ലേ? വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ തിരുനെല്ലൂരിന്റെ വന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ തിരുനെല്ലൂരിനൊക്കെ ശരിക്കും മലയാളത്തിൽ വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത്രയ്ക്ക് സിമ്പിളായ ലളിതമായ ഭാഷയിൽ എഴുതുന്ന ഒരാളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വളരെ കുറവാണ്. അപ്പോ അത്തരത്തില് ചില പരിമിതികൾ ഈ ഒരു പുസ്തകം, ഞാൻ ടീച്ചറുടെ കാര്യമല്ല പറഞ്ഞേട്ടോ, ടെക്സ്റ്റ് ബുക്കില് അത്തരത്തിലുള്ള ചില പരിമിതികളുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് എനിക്ക് ആദ്യം പറയാൻ എനിക്ക് ടീച്ചറോട് തോന്നിയ ഒരു വലിയ സ്നേഹം, നമ്മുടെ ഇത് വന്നല്ലോ, ഈ എന്താ പറയാ, കോംപ്രിഹെൻഷനില് പദ്യം വരുമ്പോ അതിനെ ചൊല്ലിക്കൊണ്ട് ആ കുട്ടികളെ അത് പരിചയപ്പെടുത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അതൊരു നല്ല കാര്യമാണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ വെറുതെ പദ്യം കൊടുക്കും, എന്നിട്ട് അങ്ങ് എഴുതിക്കൊള്ളാൻ പറയും. കുട്ടികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ലെസൺസ് പഠിക്കാനും എന്ന് വെച്ചാൽ അവർ പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കാനും അതോടൊപ്പം തന്നെ പദ്യത്തോടുള്ള ഒരു ഇഷ്ടം. അപ്പൊ നമ്മളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള കവിതകൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര
എളുപ്പമുള്ള കവിതകൾ ഒഴിവാക്കിയിട്ട് കുറേയും കൂടിയും എളുപ്പമുള്ള കവിതകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പദ്യം 2 തരത്തിൽ ഇത് പ്രയോജനപ്പെടും. ഒന്ന്, കോംപ്രിഹെൻഷൻ തന്നെ, അതേ സമയത്ത് പദ്യത്തോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കാൻ അത് സഹായിക്കും. അത് എനിക്ക് വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ് ശരി. അതേപോലെ തന്നെ തലക്കെട്ടുകൾ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചാല് നമ്മൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള ലെസൺസിലെ പല ശീർഷകങ്ങളും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഷിജി അത് സൂചിപ്പിച്ചിരുന്നു ശരിക്കും. നമ്മുടെ ഈ തലക്കെട്ടുകളുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം അതില് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വളരെയധികം പൊരുത്തപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഭക്ഷണവുമായിട്ട്. അതേപോലെ എനിക്കൊരു കാര്യമുള്ളത്, ആ കുഞ്ചൻ നമ്പ്യാരുടെ പാഠം പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ടീച്ചർ പറഞ്ഞത് ആ പഴയ കാലത്തെ ഭക്ഷണം, പഴയ കാലത്തെ രീതികൾ, പഴയ ഭക്ഷണക്രമങ്ങൾ. പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡിന്റെ കൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. കാരണം അടുത്തത് നമ്മൾ ആരോഗ്യത്തെ കുറിച്ചാണ് പോകുന്നത്. അപ്പോ ജങ്ക് ഫുഡും കുഞ്ചൻ നമ്പ്യാരുടെ ഭക്ഷണങ്ങളും ഇത് വളരെയധികം ചിലപ്പോ ഒരു പക്ഷേ അവരെ അത് ആ രീതിയിൽ ഒരു കമ്പാരിസൺ, ശരിയല്ലേ ടീച്ചറെ ഞാൻ പറയുന്നത്? അങ്ങനത്തെ ഒരു കമ്പാരിസൺ വെച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം എനിക്കൊരു ചെറിയ കാര്യം, സാമ്പാറിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയരുത്. പറഞ്ഞപ്പോ സാമ്പാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ സലാം സാറ് സാമ്പാർ ഉണ്ടാക്കണ്ടോന്ന് എനിക്കറിയില്ല, ബിജു സാർ ഉണ്ടാക്കണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. വെറുതെ പറഞ്ഞതാണ്. സാമ്പാർ ഞാൻ ഉണ്ടാക്കും. അതല്ല ഞാൻ പറയുന്നത്, അതൊരു പക്ഷേ കുട്ടികളിൽ അത്തരത്തിലുള്ള ആ ഒരു പ്രസ്താവനകള് കുട്ടികളിൽ അത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും പലപ്പോഴും. എന്നുവെച്ചാല് ഭക്ഷണം അവരുണ്ടാക്കുന്നു, അവരതിന്റെ ടേസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം നമ്മുടെ ഈ ഒരു ഇതില് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ലെസൺസ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അവരിൽ അതൊരു പ്രചോദനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ശരിക്കും അവരിലും ഒരു പ്രചോദനം കൊടുക്കാൻ പറ്റും. അപ്പോ മൊത്തത്തിൽ എന്തായാലും ഇതിനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടീച്ചർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ സമയം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് ആ ഇതുണ്ടല്ലോ PPT ടീച്ചർക്ക് ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ഇങ്ങനെ വന്നിട്ടുള്ള ഇപ്പൊ അനേകം അക്ഷരമൊക്കെ വന്നിട്ടുള്ളത് പോലത്തെ ആ ഒരു, പിന്നെ അവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് അത് നമ്മുടെ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്താലേ അത് നമുക്ക് വളരെ പ്രയോജനപ്പെടും. ആൾക്കാർക്ക് അത് വളരെ പ്രയോജനമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓരോ ലെസനെ കുറിച്ചും അവിടെ എന്ത് വരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇത് കിട്ടും. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടിയും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് വരുന്ന രീതികളുണ്ടല്ലോ ശരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലായാലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലായാലും ഗ്രാമർ ക്വസ്റ്റ്യൻസിലായാലും പിന്നെ ജനറൽ ആയിട്ടുള്ള എസ്സേ, പത്രവാർത്ത, ഈ വക കാര്യങ്ങൾ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ടീച്ചർ അത് ആഡ് ചെയ്യണ സമയത്ത് 1-2 കാര്യങ്ങളൊന്ന് അങ്ങനത്തെ ആഡ് ചെയ്താൽ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ടീച്ചർ? 1-2 PPT അതിലേക്ക് അധികം വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ചിലപ്പോ ഒരു പക്ഷേ അതൊരു നല്ല കാര്യമായിരിക്കും. അപ്പൊ എന്തായാലും ടീച്ചർ എടുത്ത വെല്ലുവിളി വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെസ്സേജസിൽ നമുക്ക് കാണാം അത് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പുതിയ ലെസൺസ് നമ്മൾ തീരെ മുമ്പ് വരാത്ത കാര്യങ്ങളാവുമ്പോ അതിനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും ഈ സമയത്തിനുള്ളിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ആ വെല്ലുവിളി ടീച്ചർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് 10ാം ക്ലാസ്സിലെ ആയാലും 9ാം ക്ലാസ്സിലെ ആയാലും ടീച്ചർമാർക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ അവർക്കൊരു സഹായ ഇതായിട്ട് ചെയ്യാം എന്നാണ് എനിക്ക് എന്താ പറയുക വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ശരിക്കും അത് വളരെ പ്രധാനമാണ് ശരിക്കും. കാരണം അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു വലിയ സഹായമാണത്. കാരണം പല ടീച്ചേഴ്സ് ഇപ്പൊ നമുക്കറിയാം പുതിയ ടീച്ചേഴ്സ് ഉണ്ടാവും, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഒരു ദിശാബോധം കൊടുക്കും ശരിക്കും. ഏതൊക്കെ രീതിയിൽ ഒരു ലെസനെ അപ്രോച്ച് ചെയ്യണം, ഈ അപ്രോച്ച് ചെയ്യുന്നതിനെ ഏതൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അവിടെ നിന്ന് ഏതൊക്കെ രീതിയിലേക്ക് അതിനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്ന ഒരു ദിശാബോധം വളരെ പ്രധാനമാണ്. അപ്പൊ ആ കാര്യത്തിൽ ടീച്ചർ ഞാൻ അതുകൊണ്ടാണ് ആ കഴിവ് തെളിയിക്കുന്ന ഒരു കാര്യം
ഞാൻ ചോദിച്ചെങ്കിലും ടീച്ചർ അതിൽ ഇട്ടിട്ടുണ്ട് അത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ വളരെ വളരെ സന്തോഷമാണത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു PPT ഒന്ന് ഇതാക്കിയിട്ട് ടീച്ചർ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യന്റെ ഭാഗം കൂടി ചേർത്തിട്ട്, കാരണം അതും കൂടി വന്നാൽ അത് നല്ലതാണ്. അതെ തീർച്ചയായും സാറേ. കത്തിന്റെ മാതൃകകളാണോ ചോദ്യങ്ങളാണോ സാറേ നമുക്ക് അല്ല, ഉൾപ്പെടുത്താൻ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഉണ്ടല്ലോ, ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ ആ ഏതൊക്കെ രീതിയിൽ നമുക്ക് സമീപിക്കാം. അവിടെ അതെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടണ്ട ടീച്ചർ. ഞാൻ മനസ്സിലായി പറയുന്നത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, ഏതൊക്കെ തരത്തിൽ, അത് എഴുത്തുകാരെ കുറിച്ചുള്ളതാണോ, ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണോ. ഇനി ഒരു നമ്മൾ സാധാരണ ഇത് വരുന്നുണ്ടല്ലോ, ഒരു ലെസന്റെയും സന്ദർഭാശയം വരുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ ശരിക്കും, അതിനെ ഏത് രീതിയിൽ സമീപിക്കാം, അത്തരത്തിലുള്ള ഒരു ഇത് മാത്രം, അല്ലാതെ കംപ്ലീറ്റ് അവിടെ ഇടാനല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി സാറേ. അങ്ങനത്തെ സ്ലൈഡ് കൂടെ ഞാൻ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്താൽ മതി. പോയിന്റ്സും കൂടി അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിന് സഹായമാണ്. അവിടെ അതേപോലെ തന്നെ ഉപന്യാസം, പത്രവാർത്ത, അതിന്റെയും ജസ്റ്റ് സൂചനകൾ മാത്രം, ഫുൾ ഇടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പൊ ടീച്ചർ ഒരുവിധം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഗ്രാമർ ക്ലാസ്സുകളും നമ്മൾ വെക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കൂടി അത് നല്ല കാര്യമാണ്. അപ്പൊ ആ ഒരു ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടിയും എന്തായിത്തീരും, കൂടുതൽ അവർക്കത് പ്രയോജനം ചെയ്യും. ടീച്ചറെ ക്ലാസ് വളരെ നന്നായിരുന്നു, അത് ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം ഇത്രയും ലെസൺസിനെ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ പറയില്ലേ, ഈ എന്താ പറയുക, ചുരുക്കി ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മളതൊന്ന് ശരിക്കിരിക്കണം, ഇരുന്ന് കഴിഞ്ഞ് അതിന്റെ മെയിൻ പോയിന്റ്സിലേക്ക് പോകണം. കാരണം നമ്മൾ ഓൾറെഡി 3 or 4 ലെസൺസ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എനിക്ക് എടുക്കണേ ഉള്ളൂ. ശരിക്കും നമ്മളൊന്നും കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടാവണമെന്നില്ല. സലാം സാർ, ഞാൻ സാറിനെ വിളിക്കായിരുന്നു. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, കുറച്ച് സാറില്ല. അപ്പൊ ടീച്ചറെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാനത് പറയായിരുന്നു അപ്പൊ അവരോട്. കാരണം വളരെ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, 10 ലെസൺസിനെയും അവർ ഇതാക്കി എടുത്തു. ആ സമയം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും ലെസൺസിനെ ചുരുക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. പക്ഷെ അതിൽ ഞാൻ എന്തൊക്കെ കുറച്ച് ആഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞതാണ് സാർ, കേട്ടോ. ഞാൻ കേട്ടു, സാർ ടാസ്ക് കൊടുക്കുന്നുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല സാർ, സാർ അങ്ങനെ പറയല്ലേ മാം. സാർ സലാം സാർ അങ്ങനെ പലതും പറയും, ഞാൻ ടാസ്ക് തരുമെന്നല്ല കേട്ടാ. ഞാൻ തമാശക്ക് എന്താ അറിയോ, അതൊക്കെ അതെ അതെ, ഞാൻ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തിനാ സാർ ഇത് ചെയ്യുന്നത്? ഫോർ എസ്പെഷ്യലി ന്യൂ ടീച്ചേഴ്സ് അല്ലേ? നമ്മളെ സമയത്തുള്ള അവരാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം പഴയ ആൾക്കാർക്ക് അവർക്ക് പലതും അറിയാം, അത് അത്ര വലിയൊരു വിഷയമല്ല. പക്ഷെ പുതിയ ടീച്ചേഴ്സ് പല കാര്യത്തിലും എന്താണെന്ന് അറിയാത്ത ടീച്ചേഴ്സ് ഉണ്ട്. അവർക്കത് ഏറ്റവും കൂടുതൽ എന്താ പറയാ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യപേപ്പർ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ചോദ്യപേപ്പർ മാതൃക കൂടി ഇട്ടാൽ നല്ലതാണെന്നുള്ളത്. അപ്പൊ അതുകൂടി ഒന്ന് ആഡ് ചെയ്താലേ നല്ലതാണ് ടീച്ചർ. ഇനി സലാം സാർ പറയൂ സാർ. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു മാതൃക ഞാൻ ചെയ്തിടാം. കാരണം നമുക്ക് 10ാം ക്ലാസ്സിന്റെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ 9 കിട്ടാൻ പ്രയാസമാണ് ടീച്ചർ, അതാണ്. തീർച്ചയായും ചോദ്യപേപ്പർ 9ാം ക്ലാസ്സിന്റെ മാതൃക എന്തായാലും ഞാൻ ഇത് ഈ ഒരു PPTയോട് കൂടെ തന്നെ ചേർത്തിട്ട് ഞാൻ എന്തായാലും ചെയ്തിടാം. Then we will be very much thankful. Not me, all the teachers. Okay sir, salam sir. Yeah, definitely. എല്ലാവരും വളരെ ആസ്വദിച്ചിട്ടുണ്ടാവണം ഈ സെഷൻ. അത് മാഡത്തിന്റെ ഒരു പ്രസന്റേഷൻ വളരെ ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ ആണെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ വരും, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോഴേക്ക്. പക്ഷെ മാഡം ഒരു ബ്രേക്ക് ഇല്ലാതെ ഒരു എനർജി ലെവലും വളരെ ഹൈ ആണ്. കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ക്ലാസ് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് വളരെ അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. എല്ലാം മാഡം ഉൾക്കൊള്ളിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആയാലും പാഠത്തിൻ്റെതായാലും എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ച് ഒരു സമഗ്രമായ അവലോകനം തന്നെയാണ് മാഡം നമുക്ക് തന്നത്. സോ വളരെ നന്ദി. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ്, ഇന്ന് ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസിന്റെ പേരിൽ മാഡത്തിന് നന്ദിയും കടപ്പാടും BTAG എക്സ്ട്രാ മെയിൽ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് സെഷൻ വേണം അല്ലേ സാർ? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണ്ടേ? പിന്നെ അടുത്ത സെഷൻ വേണം. കാരണം നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം സാർ. അതുപോലെ ആർട്ട് ഇന്റഗ്രേഷനും മറ്റതും കൂടി ഒന്ന് നമുക്ക് ചെയ്യണം. മറ്റേ പോർട്ട്ഫോളിയോയും ആർട്ട് ഇന്റഗ്രേഷൻ ചേർത്തിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്യണം. അതേപോലെ അവർക്ക് നിർദ്ദേശം വെക്കാൻ പറയും സാറേ. ഇപ്പൊ ഏതാണ് അവർക്ക് കൂടുതൽ ആവശ്യം?
യെസ് ഇവിടെയുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ അവരെ സമയത്ത് അവർക്ക് അത് നിർദ്ദേശിക്കാം സാർ അല്ലേ? അതെ, ഗ്രൂപ്പിൽ ഐ മീൻ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്കത് മുന്നോട്ട് പോകാം. ഏതാണ് അവർക്ക് ഇനി കൂടുതൽ ആവശ്യമുള്ളത് എന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇപ്പൊ ലിനി മാമിനെയൊക്കെ പോലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചോളാം. ഞങ്ങൾ വല വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആരാണ് നല്ലതെന്ന് ഇങ്ങനെ കണ്ടെത്തി എന്താ പറയാ ഓരോരുത്തരെ പ്രസന്റ് ചെയ്യാണ് ശരിക്കും. അത് സാറും അതിന്റെ മുന്നിലുള്ള കാരണം നമുക്കൊരു ധൈര്യമുണ്ട്. അല്ല, നമുക്ക് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാർ നമ്മൾ വരണം. ഞാനതാ പറയുന്നത്. ഇപ്പൊ ഞാനും അല്ലെങ്കിൽ മോഹൻദാസ് സാറും മാത്രം ഇരുന്ന് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പുതിയ ആൾക്കാർ വരട്ടെ. ഇപ്പൊ ലിനി മാം വന്നു, ഇപ്പൊ ഉമാദേവി ടീച്ചർ മുമ്പ് വന്നു, ഇപ്പൊ ഷിജി വന്നു. ഓരോരുത്തരും വരുമ്പോ നമുക്ക് തരുന്നൊരു ഊർജം ഭയങ്കരമാണ് ടീച്ചർ. അതാണ് ഇപ്പൊ ടീച്ചർ ആയാലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ശരിക്കും അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട്. എനിക്കതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നെയ്പായസം കോലാടും ഒക്കെ പറഞ്ഞതാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 കഥകളാണ് ശരിക്കത്. അപ്പൊ അതൊക്കെ ടീച്ചേഴ്സിന് അറിയണമെന്നില്ല പലപ്പോഴും. അപ്പൊ അതൊക്കെ അവർക്ക് ആ സൂചനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും അത് വായിക്കും. അതേപോലെ തന്നെ അത് ക്ലാസ്സിൽ ഒരിക്കൽ വായിച്ചാൽ കരയാതെ പറ്റില്ല. ആരും കരയും സാർ. ആ 2 കഥ വായിച്ചു കഴിഞ്ഞാൽ, മാധവിക്കുട്ടിയുടെ കഥ വായിച്ചാൽ കരയാതിരിക്കാൻ പറ്റില്ല ശരിക്കും. അത്രയ്ക്ക് എന്താ പറയുക സ്ട്രോങ് ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് അമ്മ എന്നുള്ള കഥ. ഇങ്ങനെ ഓരോ ലെസനെയും നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും സാർ. അതാണ് ഇപ്പോ ആശാനും ശ്രീനാരായണ ഗുരു ആയാലും അതേപോലെ ഭക്ഷണവും നമ്പ്യാരും ആയാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബന്ധിപ്പിക്കാം. അപ്പൊ ആ കാര്യത്തിലൊക്കെ ടീച്ചർ നല്ലൊരു തുടക്കമിട്ടിട്ടുണ്ട് ശരിക്കും. അതെ. അല്ല, ലിലി മാഡം പറഞ്ഞ പോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീച്ചർ. ഇപ്പൊ കഥ വായിച്ച് കുട്ടികൾ കരയണമെങ്കിൽ ഇത് ടീച്ചറിന്റെയും കൂടെ കഴിവായിരിക്കും സാർ. അല്ലെ? ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്റെ പിള്ളേരും കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, 12th ഉണ്ടായിരുന്നു സാർ. ഇത് 12ാം ക്ലാസ്സില് പണ്ട് നെയ്പായസം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ടീച്ചർക്ക്? കേരള ബോർഡിന്റെ 12ൽ ഉണ്ടായിരുന്നു അത്. അപ്പൊ അന്ന് നമ്മുടെ NI മോഡൽ വെച്ചിട്ട് പഠിപ്പിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 12ലെ പിള്ളേർ ഇരുന്ന് കരയായിരുന്നു ശരിക്കും. കാരണം അത്രയ്ക്ക് ടച്ചിങ് ആണ് ആ സ്റ്റോറീസ്. അതോടൊപ്പം തന്നെയാണ് കോലാട്. ഒരു പേജുള്ള ആ സാധനം, ചെറിയൊരു കഥയാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കരയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഒരു ടീച്ചറുടെ ഏറ്റവും വലിയ കഴിവ് സാർ. അത് നമുക്ക് സാധിക്കണം. നമുക്ക് ലിനി മാഡത്തിന് വലിയൊരു കൈയടി കൊടുക്കാം. എല്ലാവരും നമ്മൾ പറയായിരുന്നു പുതിയ ആൾക്കാരൊക്കെ മുന്നോട്ട് വരണമെന്ന്. അതേസമയം ലിനി മാഡത്തെ പോലുള്ളവര് റിപ്പീറ്റഡ് ആയിട്ട് വന്നാലേ അവർക്കൊരു പ്രചോദനമാകും. പലരും മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ആ മായ ടീച്ചറൊക്കെ ഒന്ന് പിടിച്ച് കയറ്റണ്ട. മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇടാൻ മാത്രമേ വരുള്ളൂ. ഒരു ദിവസം എന്താ പറയാ, കുത്തി തിരികെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരണം സാർ. അതെ. അപ്പൊ നമ്മള് മായ മാഡത്തിന് അടുത്ത ചാൻസ് മായ മാഡത്തിന്റെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, മായ മാഡത്തിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പലരും ഉണ്ട് ഇവിടെ, പലരും ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും അങ്ങോട്ട് മുഖം കാണിക്കുന്നില്ല. അതാ. അതെ. അല്ല, മുഖം കാണിക്കാൻ ധൈര്യപ്പെട്ട മായ മാഡത്തിനെ നമുക്ക് അനുമോദിക്കാമല്ലോ. തീർച്ചയായിട്ടും. അവർക്ക് അവാർഡൊക്കെ കിട്ടിയതാണ്, കവിതയൊക്കെ എഴുതുന്നതാണ്. അതെ. ആ രീതിയിൽ നമുക്ക് പറയൂ സാർ, പറയൂ. നമുക്ക് മികച്ച അവതരണം, കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് തന്നെയാണ്, ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. സോ താങ്ക് യു സോ മച്ച്. ബിജു സാർ, ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? ചോദ്യം ഉണ്ടെങ്കിൽ കൈപൊക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിയിടാം. ബിജു സാർ അവിടെ ഉണ്ടോ? ബിജു സാർ ആരും ഇല്ലാന്നുണ്ട് സാർ. അപ്പൊ നമുക്ക് ഇതാക്കാം സാർ, വൈൻഡപ്പ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ. അത് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കായിരുന്നു. ചാറ്റ് ബോക്സിൽ ചോദ്യം വല്ലതും വന്നിട്ടുണ്ടോ? ചോദ്യം എനിക്കത് നോക്കാൻ അറിയില്ല സാർ. അതാണ് ഞാൻ പിന്നെ ചോദ്യമായിട്ടൊന്നും കാണുന്നില്ല സാർ അവിടെ. ഓക്കെ, ഞാൻ നോക്കട്ടെ. നന്നായി ചെയ്തിട്ടുണ്ട്. ചോദ്യ മാതൃക കിട്ടിയാൽ നന്നായിരുന്നു. മികച്ച അവതരണം. അത് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ, അതൊക്കെ പറഞ്ഞു അല്ലേ? ചോദ്യം ഇല്ലേ സാർ അതില്? അതെ. ബിജു സാർ ഗ്രേഡ് 11th വേണമെന്ന് പറയുന്നുണ്ട്. അത് സാർ ഒന്ന് നമുക്കത് അവര് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു റിസോഴ്സ് പേഴ്സൺ വേണം സാർ അതിന്. അതെ, ഞാൻ നോക്കട്ടെ സാർ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ അതും ടീച്ചർ ഒന്ന് മനസ്സ് വെച്ചാൽ അത് വരുന്നുണ്ട് സാർ അവിടെ അല്ലേ, ഇഷ്ടം പോലെ. സാറ് 12ാം ക്ലാസ്സിലെ നമ്മുടെ ഇതുപോലെ പരീക്ഷാ രീതി മാറിയിട്ടുണ്ട്. 12ാം ക്ലാസ്സിൽ മാറിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ, എനിക്ക് തോന്നുന്നു അധ്യാപകർക്ക് കൂടുതലായും
11ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ 12ാം ക്ലാസ്സിൽ ഒരു ആവശ്യമുള്ളത് കാരണം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. 12ാം ടീച്ചർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ സാർ, നമുക്കൊരു ദിവസം വെക്കാം. ടീച്ചറുടെ കാരണം മാം 12ന്റെ തന്നെ ആളല്ലേ അല്ലേ സാർ? 12ന്റെ എക്സാമിനർ ആണ്. അപ്പൊ അതിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവർക്ക് ഉപകാരപ്പെടുക. ചാറ്റ് ബോക്സിൽ നല്ല അവതരണം എന്നൊക്കെ പറഞ്ഞവർക്കും നന്ദി അറിയിച്ചവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് എക്സ്ട്രാ മൈലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് സലാം സാറിന്, അതുപോലെ മുരളി സാറിന്, ബിജു സാറിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വലിയ ആളൊന്നും അല്ല, നിങ്ങളിൽ ഒരാളാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു എന്ന് മാത്രം. എല്ലാവരും ചെറുതാണ് ടീച്ചർ, പക്ഷെ നമ്മള് പിള്ളേരെ വലുതാക്കുകയാണ്. അതെ അതെ, കറക്റ്റ്. അതാ ഞാൻ പറയാൻ നമ്മുടെ പണി അല്ലേ സാർ? അതെ, അതാ ഞാൻ പറയാൻ വന്നത്. നമ്മളൊക്കെ ചെറു തന്നെയാണ്, പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ എന്താവണം? വലുതാവണം. അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, എന്തായാലും എല്ലാവരോടും വളരെ സ്നേഹം, സന്തോഷം. കാരണം പലരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിലൊക്കെ വളരെ വളരെ സന്തോഷം. റിലേറ്റഡ് വീഡിയോസിനെ കുറിച്ച് നമ്മുടെ പ്രസീത മാം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാം അതിൽ കുറെ ഇല്ലേ, എന്താ പറയാ, സമഗ്രയില് കുറെ വീഡിയോസ് ഇല്ലേ മാം? സമഗ്രയില് നമുക്ക് നേരിട്ട് എല്ലാം കിട്ടുന്നതാണ്. അതിൽ അനുബന്ധ ലേണിംഗ് റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും സമഗ്രയിൽ. അതാണ് ഏറ്റവും സമഗ്രയില് കേട്ടോ പ്രസീത മാം. ഓരോ ലെസന്റെയും അവര് വീഡിയോസ് ആയിട്ടും പല രീതിയിലുള്ളത് ഇതുണ്ട് അവിടെ. അത് പ്രയോജനപ്പെടുത്തണം. കേരള ബോർഡിന്റെ ആണെങ്കിലും നമുക്കത് പ്രയോജനം ചെയ്യും. വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. സമഗ്രയിൽ പോയി കഴിഞ്ഞാൽ ലേണിംഗ് റൂം അല്ലേ മാം? അത് സമഗ്ര.kite പോയാൽ ലേണിംഗ് റൂമിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമായി പരിശോധിക്കാൻ പറ്റുന്നത് അവിടെ തന്നെയാണ്. അതാണ് കാരണം, അതാണ് നല്ലത് എപ്പോഴും. ബാക്കിയുള്ള ഈ കള്ള വീഡിയോസ് ഒന്നും നമ്മൾ വിശ്വസിക്കരുത്. പലപ്പോഴും അവരൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഇതല്ല, ഇത് ഗവൺമെന്റ് തന്നെ അവരിറക്കുന്നതാണ്. അത് വളരെ പ്രയോജനം. ഞാൻ എടുക്കാറുണ്ട് ടീച്ചർ അതിൽ നിന്ന് എപ്പോഴും, സമഗ്രയിൽ. നല്ലതാണ് ശരിക്കത്. അപ്പൊ എന്തായാലും കേരള ബോർഡിന്റെ NCERT ഉണ്ടല്ലോ, അവരുടെ സ്റ്റേറ്റിന്റെ ആണ് സാർ അത്. അവർക്കതിൽ അസസ്മെന്റും ഉണ്ട് സാർ. അസസ്മെന്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ മെറ്റീരിയലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ഇഷ്ടം പോലെ. കാരണം 1 to 12 ക്ലാസിന്റെ എല്ലാതും ഉണ്ട് സാർ അവിടെ. എല്ലാ സബ്ജക്റ്റും ഉണ്ട് അവിടെ. മലയാളം മാത്രമൊന്നും അല്ല, എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് സാർ. അപ്പൊ പ്രത്യേകിച്ച് മലയാളത്തിന് നമുക്കത് ഇപ്പോ, കാരണം ഇത് 9ഉം 10ഉം ഒക്കെ കേരള ബോർഡിന്റെ പുസ്തകം ആയതുകൊണ്ട് വളരെ പ്രയോജനമാണ് സാർ അത്. അതേപോലെ തന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മുടെ കവിതകൾ വരുന്ന ഒരു ഇതുണ്ടല്ലോ സാർ, ഇവിടെ ഇടപ്പള്ളിയിൽ നിന്ന് വരുന്ന ടീച്ചറുണ്ട്, സരസമ്മ ടീച്ചറുടെ. അതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. കവിതാരാമം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലൊക്കെ നമ്മുടെ മിക്ക ലെസൺസിന്റെയും കവിതകൾ 9, 10, 8, 7 ഒക്കെ അതിൽ വരുന്നുണ്ട് പലതും. അവര് സരസ്വതി അമ്മ ടീച്ചർ ഒരു പഴയ മലയാളം ടീച്ചറാണ്. അപ്പൊ അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെയൊക്കെ സാർ. അപ്പൊ എന്തായാലും താങ്ക്സ് മാം. ബിഗ് താങ്ക് യു ടു ബിജു സർ ആൻഡ് മുരളി സർ ആൻഡ് മോഹൻദാസ് സാർ ആസ് വെൽ. മോഹൻദാസ് സാറിന് വരാൻ പറ്റിയില്ല. ഇല്ല, അവിടെ ആരോ മരിച്ചു സാർ. ചില അലൈൻ സ്കൂളിലെ ഒരു ടീച്ചറുടെ ഹസ്ബൻഡ് മരിച്ചു സാർ. കൊല്ലത്താണത്. അപ്പൊ സാറിന് അങ്ങോട്ട് പോകേണ്ടി വന്നു. കാരണം സാർ അവിടുത്തെ HOD അല്ലേ, അതാണ് HOD അല്ലേ. അപ്പൊ അവിടുത്തെ ഒരു ടീച്ചറുടെ ഹസ്ബൻഡാണ് മരിച്ചിട്ടുള്ളത് കൊല്ലത്തെ. അത് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. ബിജു സാർ ഒന്ന് വൈൻഡപ്പ് ചെയ്തോളൂ. ബിജു സാർ. തീർച്ചയായിട്ടും. നമസ്കാരം മുരളി സാർ, ലിനി മാഡം, അതുപോലെ നമ്മളുടെ ഈ സെഷൻ കണ്ടുകൊണ്ടിരുന്ന എല്ലാ അധ്യാപകർക്കും ഏറ്റവും നല്ല ഒരു ക്ലാസ് ആണ് ലിനി മാഡത്തിൻ്റെത് കാഴ്ചവെച്ചത്. ഇതുപോലെ തന്നെ 9th ഒരു സെഷനും കൂടി പറ്റുമെങ്കിൽ, അതേപോലെ തന്നെ 12th ഇപ്പൊ ബോർഡ് എക്സാം അടുത്ത് വരികയല്ലേ, അപ്പൊ 10th കൂടി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടീച്ചേഴ്സിന് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും, അതേപോലെ തന്നെ കുട്ടികളെയും കൂടെ ആ സെഷനിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്ത് അവർക്കും കൂടെ ഉപയോഗപ്രദമായ രീതിയിൽ നല്ല രീതിയിലൊരു സെഷൻ പറ്റുമെങ്കിൽ ഈ മാസം ലാസ്റ്റോട് കൂടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് കൂടുതൽ പ്രയോജനം ചെയ്തേനെ. അപ്പം ഇന്നത്തെ ഈ സായാഹ്നം ഏറ്റവും മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്ത ലിനി മാഡത്തിനും അതിനു വേണ്ടി ചുക്കാൻ പിടിച്ച എല്ലാ സഹായവും എല്ലാ ഗൈഡൻസും തന്ന മുതിർന്ന ഒരു
അധ്യാപകനായ മുരളി സാറിനും നമ്മളുടെ സെഷൻ കണ്ടക്ട് ചെയ്ത അബ്ദുൽ സലാം സാറിനും അങ്ങേയറ്റം നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്, ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഓൾ. ഒരിക്കൽ കൂടി താങ്ക് യു മാം. സലാം സാർ. താങ്ക് യു എവരിബഡി. ഗുഡ് നൈറ്റ്. സാർ അനുവദിച്ചാൽ നമുക്ക് 10ാം ക്ലാസ്സിന്റെ കാര്യം ചിന്തിക്കാം സാർ. അടുത്ത മാസം ചെയ്യാം സാർ. അടുത്ത മാസം വേണ്ട, അടുത്ത മാസം എന്തായാലും ആ 12ന്റെ കാര്യം ഒന്ന് ടീച്ചർ മനസ്സിൽ വെക്കൂ കേട്ടോ. ആരെങ്കിലും ഒരാള് ഇപ്പൊ ടീച്ചർ ചെയ്യണോണ്ട് വിഷമം ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്കൊരാളെ പുതിയതും കൂടി കിട്ടട്ടെ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരിലൂടെയും പുതിയ പുതിയ ആൾക്കാരെ കിട്ടുവേ കേട്ടോ. ഓക്കെ എന്തായാലും താങ്ക് യു.